Good morning. Okay, Sanila, Shruti, Meena, Anjana. Good morning. Okay, Anjali, good morning. തുടങ്ങാം. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസം എടുത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ വായിച്ചു നോക്കിയോ? മനസ്സിലായോ? അത്രയും ഭാഗങ്ങളൊക്കെ ക്ലിയർ ആണോ? ഓക്കെ ആണ്. ഓക്കെ, അപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഹൗ ടു എക്വയർ എംപ്ലോയീസ് ആണ് അല്ലേ? ഓക്കെ, നമ്മൾ എങ്ങനെയാണ് ഒരു സ്ഥാപനത്തിലേക്ക് ആവശ്യമായിട്ടുള്ള എംപ്ലോയീസിനെ നമുക്ക് എങ്ങനെയൊക്കെ ലഭിക്കാം എന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ? അപ്പൊ അതിനകത്ത് 8 പോയിന്റുകളാണുള്ളത്. എനിക്ക് തോന്നുന്നു അതിനകത്ത് ഒരു 4 പോയിന്റുകളോളം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലെ? ഓക്കെ, അപ്പൊ ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ ഓൾ മ്യൂട്ട് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ പറഞ്ഞിരുന്നു ഒരു ഓർഗനൈസേഷനിലേക്ക് എങ്ങനെയൊക്കെ നമുക്ക് എംപ്ലോയീസിനെ ലഭിക്കും. അപ്പൊ നമ്മൾ പറഞ്ഞു എക്സിസ്റ്റിംഗ് ഡാറ്റ ബാങ്ക്സ് അല്ലെ? ഓക്കെ, അത് ക്ലിയർ ആയല്ലോ നിങ്ങൾക്ക്? എക്സിസ്റ്റിംഗ് ഡാറ്റ ബാങ്കുകളിൽ നമുക്ക് ധാരാളം ആപ്ലിക്കേഷൻസ് ലഭിക്കും അല്ലെ? ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു പേഴ്സണൽ റെഫറൻസ് ഓഫ് മാനേജ്മെന്റ് ഓഫ് സ്റ്റാഫ്. അതേ ഹോസ്പിറ്റൽ അതേ ഓർഗനൈസേഷനിൽ തന്നെ വർക്ക് ചെയ്യുന്ന മാനേജ്മെന്റോ അല്ലെങ്കിൽ മറ്റുള്ള സ്റ്റാഫുകളുടെ റെഫറൻസിലൂടെ റെക്കമെൻഡേഷൻസിലൂടെയും നമുക്ക് എന്ത് ലഭിക്കാറുണ്ട്? ധാരാളം ആളുകളുടെ CV നമുക്ക് ലഭിക്കാറുണ്ട്. ഓക്കെ, അത് മറ്റൊരു സോഴ്സ് ആണ് അല്ലെ? പിന്നെ നമ്മൾ പറഞ്ഞത് മൂന്നാമത്തത് നോട്ടീസ് ബോർഡ് ഫോർ ദ പബ്ലിക് ആൻഡ് പേഷ്യൻസ് ആണ് അല്ലെ? അതായത് ഇപ്പൊ ഒരു ഹോസ്പിറ്റലില് നോട്ടീസ് ബോർഡില് നമ്മൾ ഈ പറയുന്ന ജോബ് വാക്കൻസികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു നോട്ടീസ് ബോർഡില് ഡിസ്പ്ലേ ചെയ്യുകയാണെങ്കിൽ അങ്ങനെയും നമുക്ക് ധാരാളം ആപ്ലിക്കേഷൻസുകൾ ലഭിക്കാറുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞത് അതിൽ പറയാത്തൊരു പോയിന്റ് ഉണ്ട്. ത്രൂ CCTV ഇൻസ്റ്റാൾഡ് ഇൻ ഓൾ ഏരിയാസ് അല്ലെ? ഇവിടെ വരെയാണ് നമ്മൾ പറഞ്ഞത്. ത്രൂ CCTV ഇൻസ്റ്റാൾഡ് ഇൻ ഓൾ ഫ്ലോർസ്. എല്ലാ ഫ്ലോറുകളിലും നമുക്കറിയാം CCTVകൾ അല്ലെ ഉണ്ട്. അതിലൂടെ ഇൻഫർമേഷൻസും മറ്റൊക്കെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അതിലൂടെ നമുക്ക് ജോബ് വാക്കൻസികൾ ഉണ്ടെങ്കിൽ ആളുകളെ നമുക്ക് അതിലൂടെ നോട്ടിഫൈ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ നമുക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസുകൾ ലഭിക്കും. ഓക്കെ, അപ്പൊ 4 പോയിന്റുകൾ നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് കുറച്ച് പോയിന്റുകൾ കൂടെ ഡിസ്കസ് ചെയ്യാനുണ്ട് അല്ലെ? ഓക്കെ, 4ാമത്തെ പോയിന്റ് വരെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് കേട്ടോ. 5ാമത്തെ പോയിന്റ് ഇതാണ്. ത്രൂ പ്രൊഫഷണൽ കൺസൾട്ടൻസ് അല്ലെ? ത്രൂ പ്രൊഫഷണൽ കൺസൾട്ടൻസ്. പ്രൊഫഷണൽ കൺസൾട്ടൻസുകളിലൂടെയും നമുക്ക് എന്ത് ലഭിക്കാറുണ്ട്? ആപ്ലിക്കേഷൻസ് CV-കൾ ലഭിക്കാറുണ്ട് അല്ലെ? പ്രത്യേകിച്ച് ഈ പറയുന്ന പോലെ വളരെ എന്താണ് HR സ്പെഷ്യലൈസിംഗ് റിക്രൂട്ടിംഗ് ഏജൻസികളുണ്ട്. അതുപോലെ പ്രൊഫഷണൽ കൺസൾട്ടൻസ്. പ്രൊഫഷണൽ കൺസൾട്ടൻസ് എന്ന് പറയുമ്പോൾ ആരാണ്? അത് ശരിക്കും പറഞ്ഞാല് HR ഡിപ്പാർട്ട്മെന്റിന് വേണ്ട ഗൈഡൻസും സപ്പോർട്ടും അവർക്ക് വേണ്ട അഡ്വൈസസും റെക്കമെൻഡേഷൻസും ഒക്കെ കൊടുക്കുന്ന ആ ഒരു സ്പെസിഫിക് ഫീൽഡിലെ വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളാണ് അല്ലെ? അവരെയാണ് നമ്മൾ പ്രൊഫഷണൽ കൺസൾട്ടൻസ് എന്ന് പറയുന്നത്. അപ്പൊ അവരിലൂടെയും നമുക്ക് എന്ത് ലഭിക്കാറുണ്ട്? ധാരാളം CV-കൾ നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, നമുക്ക് വായിക്കാം. More collection of CVs can be done through professional consultants who are through in the HR industry. അല്ലെ? നമ്മൾ പറഞ്ഞ പോലെ HR സ്പെഷ്യലൈസ്ഡ് റിക്രൂട്ടിംഗ് ഏജൻസികൾ HR പ്രൊഫഷണൽ കൺസൾട്ടൻസ് വഴിയായിട്ടും നമുക്ക് ധാരാളം CV-കൾ ലഭിക്കാം. Okay, if we feel that the CVs collected from existing data banks through management and staff references, patient references are not enough to cater to the interview requirements, professional consultants can be engaged to routine biodata of job aspirants. അതായത് ഇപ്പൊ നമ്മൾ നേരത്തെ കുറെ സോഴ്സുകളൊക്കെ പറഞ്ഞു അല്ലെ? ഇപ്പൊ ഡാറ്റ ബാങ്കുകളിലൂടെ അല്ലെങ്കിൽ മാനേജ്മെന്റിന്റെ റെഫറൻസിലൂടെ അങ്ങനെയൊക്കെ നമുക്ക് ലഭിക്കുന്ന CV-കൾ കൃത്യമായിട്ട് നമ്മുടെ ഇന്റർവ്യൂവിന്റെ റിക്വയർമെന്റിനനുസരിച്ച് നമുക്ക് അത് മീറ്റ് ചെയ്യുന്ന CV-കൾ നമുക്ക് ലഭിക്കണില്ല എന്ന് വിചാരിക്കും.
നമുക്കിപ്പോ ഒരുപാട് സീരിയലുകൾ അങ്ങനെയൊക്കെ കിട്ടും. ഡാറ്റ ബാങ്കും റെക്കമെൻഡേഷനിലൂടെ ഒക്കെ ധാരാളം അപ്ലിക്കേഷൻസ് നമുക്ക് ലഭിക്കും. പക്ഷെ അത്തരം അപ്ലിക്കേഷൻസുകൾ എന്ന് പറയുന്നത് നമ്മുടെ HR ഈ ഇന്റർവ്യൂ റിക്വയർമെന്റിന് പര്യാപ്തമല്ലെങ്കിൽ, അത് മീറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൊഫഷണൽ കൺസൾട്ടൻസിന്റെ സഹായം തേടാം. അപ്പൊ അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ ലഭിച്ചിട്ടുള്ള ബയോഡാറ്റകളെ കൃത്യമായിട്ട് സോർട്ട് ചെയ്ത് ഏറ്റവും പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റിനെ കണ്ടെത്താനായിട്ട് അവര് നമ്മളെ സഹായിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആളുകളെ ലഭിക്കും എന്നാണ് പറയുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായോ? പ്രൊഫഷണൽ കൺസൾട്ടൻസ് വഴിയായിട്ട് നമുക്ക് ആളുകളെ ലഭിക്കാം. ഓക്കെ ആണോ? ക്ലിയർ ആയോ പറഞ്ഞത്? മനസ്സിലായില്ലേ? നെക്സ്റ്റ് വരുന്നതാണ് വാക്കിൻ കാൻഡിഡേറ്റ്സ് കേട്ടോ. നിങ്ങൾ വാക്കിൻ ഇന്റർവ്യൂ എന്ന് കേട്ടിട്ടില്ലേ? അതിന്റെ പ്രത്യേകത എന്താണ്? നമ്മൾ പ്രത്യേകിച്ച് ഇന്റർവ്യൂ ഒന്നും ഷെഡ്യൂൾ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇത്ര അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടോ ഒന്നും നമ്മൾ ഇന്റർവ്യൂവിന് പോയി അറ്റൻഡ് ചെയ്യല്ല അല്ലെ. നമ്മളിപ്പോ ഈ ജോബ് ഫെയർ ഒക്കെ വരില്ലേ, തൊഴിൽ മേളകളൊക്കെ നമ്മൾ ന്യൂസ് പേപ്പറിലൊക്കെ പരസ്യം കാണാറുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അങ്ങോട്ടേക്ക് പോകും. ഒരുപാട് സ്ഥലത്ത് നിന്ന് ആളുകൾ അങ്ങോട്ടേക്ക് വരാറുണ്ട് അല്ലെ. അതെന്താണ്? വാക്കിൻ ഇന്റർവ്യൂ ആണ് അല്ലെ. അപ്പൊ തന്നെ അത് പ്രത്യേകിച്ച് എന്താണ്, നമ്മളൊരു ഇന്റർവ്യൂ മുൻകൂട്ടി അവിടെ ഷെഡ്യൂൾ ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂവിന് വേണ്ട ഒരു അപ്പോയിന്റ്മെന്റോ കാര്യങ്ങളോ നമ്മളൊന്നും അതൊന്നും എടുക്കുന്നില്ല. നമ്മൾ ആ ഒരു സ്ഥലത്തേക്ക് ആ ലൊക്കേഷനിലോട്ട് പോയിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാണ് അല്ലെ. അപ്പൊ അതാണ് നമ്മൾ വാക്കിൻ ഇന്റർവ്യൂ. അപ്പൊ അങ്ങനെ വരുന്ന ആളുകളെ നമ്മൾ എന്താ പറയാ, വാക്കിൻ കാൻഡിഡേറ്റ്സ് എന്നാണ് പറയുന്നത് അല്ലെ. ഓക്കെ, നമുക്ക് നോക്കാം. Unlike factories in the industrial areas, IT companies advertise their labor vacancies on the front gate, are more aggressive in nature and make regular visit to the hospitals when they search for a job or changing job. അതായത് നമ്മൾ ഈ ഇൻഡസ്ട്രിയൽ ഏരിയാസിലൊക്കെ ഉണ്ടല്ലോ, അതായത് വ്യാവസായികമായിട്ട് ഇൻഡസ്ട്രിയൽ ഏരിയാസിലൊക്കെ എന്തെങ്കിലും ജോബ് വാക്കൻസികൾ വരികയാണെങ്കിൽ അവര് പൊതുവെ എന്ത് ചെയ്യാറില്ല, ഫാക്ടറികളിലൊക്കെ ഒഴിവ് വരില്ലേ, അങ്ങനെയൊക്കെ വരുമ്പോ അവരധികം എന്ത് ചെയ്യാറില്ല, നോട്ടിഫൈ ചെയ്യാറില്ല. എന്ന് വെച്ചാൽ അവരധികം വലിയ അഡ്വർടൈസ്മെന്റോ കാര്യങ്ങളോ ഒന്നും അവര് പുറത്തേക്ക് അങ്ങനെ അറിയിക്കാറില്ല. അതേസമയം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ IT കമ്പനികളൊക്കെ ഉണ്ടാവില്ലേ, അവിടെയൊക്കെ ഒരു ജോബ് വാക്കൻസി വന്നു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യുന്നറിയോ, അത് എത്രയും പെട്ടെന്ന് അവർ നോട്ടിഫൈ ചെയ്യും. ഓക്കെ, അതായത് പുറത്ത് അവര് അഡ്വർടൈസ് ചെയ്യും. അപ്പോ എന്ന് വെച്ചാൽ they are more aggressive in nature and make regular visit to the hospital when they search for a job or change. എന്നുവെച്ചാൽ ജോബ് വാക്കൻസികളൊക്കെ വരുമ്പോൾ IT കമ്പനികളൊക്കെ ആണെങ്കിൽ അവര് പെട്ടെന്ന് തന്നെ ആ ഒരു വാക്കൻസികൾ പുറത്തോട്ട് അവര് അറിയിക്കാറുണ്ട്. അപ്പൊ എന്ത് വരും, ധാരാളം കാൻഡിഡേറ്റ്സുകളുടെ അപ്ലിക്കേഷൻസ് നമുക്ക് അതിലൂടെ ലഭിക്കും. ഓക്കെ, അപ്പൊ നോക്കാം. വാക്കിൻ കാൻഡിഡേറ്റ്സ് ആൾസോ വാക്ക് ത്രൂ വാക്കിൻ ഇന്റർവ്യൂസ് ആണ് അഡ്വർടൈസ്ഡ്. അപ്പൊ നമുക്ക് ഇത്തരത്തില് വാക്കിൻ ഇന്റർവ്യൂസുകളൊക്കെ നമ്മൾ അഡ്വർടൈസ്മെന്റ് കൊടുക്കുമ്പോൾ പിന്നെ സ്ഥലത്ത് വാക്കിൻ ഇന്റർവ്യൂ നടക്കുന്നു എന്നൊരു അഡ്വർടൈസ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ധാരാളം കാൻഡിഡേറ്റ്സുകൾ അവിടേക്ക് എത്തും അല്ലെ. ഒരുപാട് കാൻഡിഡേറ്റുകൾ അങ്ങോട്ടേക്ക് വരും. സച്ച് കാൻഡിഡേറ്റ്സ് ആർ ആൾസോ ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ while sourcing applications for the vacancies that arise in the hospital അല്ലെ. അപ്പോ നമ്മളിങ്ങനെ വരുമ്പോ ഇപ്പോ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ജോബ് വാക്കൻസികളൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെ വരുന്ന വാക്കിൻ കാൻഡിഡേറ്റുകളെ കൂടെ നമ്മൾ അവിടെ പരിഗണിക്കും. ഇന്റർവ്യൂ വന്ന് അറ്റൻഡ് ചെയ്ത് പോയ കാൻഡിഡേറ്റ്സ് ഉണ്ടാവുമല്ലോ, അവരെയും കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പരിഗണിക്കുന്നുണ്ട്. വാക്കൻസികളൊക്കെ വരുന്ന സമയത്ത് അങ്ങനെ വന്നിട്ടുള്ള കാൻഡിഡേറ്റിനെ കൂടെ നമ്മൾ പരിഗണിക്കും. ഓക്കെ, അപ്പൊ എന്താണ്, വിച്ച് ആഡ് അഡീഷണൽ കാൻഡിഡേറ്റ്സ് ഫോർ സോർട്ടിംഗ് ആൻഡ് ഷോർട്ട് ലിസ്റ്റിംഗ് ഇൻ plenty. അപ്പൊ അതിലൂടെ നമുക്ക് അത്യാവശ്യം അബണ്ടന്റ് ആയിട്ട് വളരെ സഫീഷ്യന്റ് ആയിട്ട് തന്നെ നമുക്ക് ധാരാളം അപ്ലിക്കേഷൻസുകൾ അല്ലെങ്കിൽ ഒരുപാട് കാൻഡിഡേറ്റ് സിവികളൊക്കെ നമുക്ക് അതിലൂടെ ലഭിക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? വാക്കിൻ കാൻഡിഡേറ്റ് ഓക്കെ ആണല്ലോ, മനസ്സിലായില്ലേ? നെക്സ്റ്റ് വരുന്നതാണ് സോഷ്യൽ മീഡിയ നെറ്റ്വർക്ക്. നമുക്കറിയാവുന്നതാണ് അല്ലെങ്കിൽ ഇപ്പൊ ധാരാളം സോഷ്യൽ മീഡിയ നെറ്റ്വർക്കുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ആളുകളാണ്. ഇപ്പൊ ഫേസ്ബുക്ക്, വാട്സപ്പ് അല്ലെ, യൂട്യൂബ്, ട്വിറ്റർ അല്ലെ, ഇങ്ങനെയൊക്കെയുള്ള ധാരാളം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നമ്മൾ ഉപയോഗിക്കുന്നത്. അതിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആളുകളെ കണ്ടെത്താനായിട്ട് സാധിക്കും അല്ലെ. അത് തന്നെയാണ് അവിടെ പറയുന്നത് കേട്ടോ. സോഷ്യൽ മീഡിയ നെറ്റ്വർക്ക് ഈസ് ദ അഗ്രസീവ് റിസർച്ച് ഓഫ് പ്രൊഫഷണൽസ് and has resulted in internet advertising, Facebook, WhatsApp, Twitter and LinkedIn. LinkedIn എന്ന് പറയുന്നത് ശരിക്കും ഒരു ഓൺലൈൻ ജോബ് സൈറ്റ് ആണ് കേട്ടോ. അപ്പൊ ഇവര് പറയുന്നത് എന്താണ്, ഇത്തരത്തിൽ ഫേസ്ബുക്ക്, വാട്സാപ്പ്, ട്വിറ്റർ, യൂട്യൂബ് അതിലൂടെയൊക്കെ നമുക്ക് എന്താണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളാണ് അല്ലെ. അപ്പൊ അതിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ധാരാളം ആളുകളെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും.
ഓക്കെ, അപ്പൊ നമുക്ക് ദോ മോസ്റ്റ് ഇൻഡസ്ട്രീസ് ആൻഡ് ബിസിനസ് എസ്റ്റാബ്ലിഷ്മെന്റ്സ് യൂട്ടിലൈസ് the new generation media of a soft marketing through social media network. അപ്പൊ ഇന്നത്തെ ധാരാളം ഇൻഡസ്ട്രീസുകള്, എന്തിനു പറയുന്നത്, വലിയ വലിയ ബിസിനസ് എസ്റ്റാബ്ലിഷ്മെന്റ്സുകള്, അവരെല്ലാവരും തന്നെ ഈ ഒരു ന്യൂ ജനറേഷൻ നെറ്റ്വർക്ക്, അതായത് നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ, ആളുകളെ കണ്ടെത്താനായിട്ട്. പക്ഷെ ഇവരിവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, എ പ്രൊഫഷണൽ ഹോസ്പിറ്റൽ does not engage in such a publicity as this may hinder the brand image of the hospital. പക്ഷെ ഒരു പ്രൊഫഷണൽ ഹോസ്പിറ്റലുകൾ എന്നൊക്കെ പറയുന്നത് അവരധികം സോഷ്യൽ മീഡിയ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ച് അധികം അവർ എന്ത് കൊടുക്കാറില്ല, പബ്ലിസിറ്റി കൊടുക്കാറില്ല. നിങ്ങളിപ്പോ ഫേസ്ബുക്ക്, വാട്സാപ്പ് ഒക്കെ എടുത്ത് തന്നെ നമ്മള് ഇങ്ങനെ എന്താ പറയാ, ഹോസ്പിറ്റലിന്റെ മാർക്കറ്റിംഗ് ഒന്നും നമ്മൾ അങ്ങനെ കാണില്ല. അതേസമയം നമ്മൾ ഗൂഗിളിലൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇന്റർനെറ്റിലൂടെ അങ്ങനെ കാണാൻ പറ്റും. അതല്ലാണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ നെറ്റ്വർക്കുകളില് പ്രൊഫഷണൽ ഹോസ്പിറ്റലുകൾ അധികം പബ്ലിസിറ്റി കൊടുക്കാറില്ല. കാര്യം നമുക്കറിയാം, നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയാസ് ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണല്ലേ. നമ്മളിത് ശരിയായ രീതിയിലൊക്കെ ഉപയോഗിച്ചില്ലെങ്കിൽ അതിന് അതിൻ്റെതായ ചില ദോഷങ്ങളുണ്ട് അല്ലെ, നമ്മൾ വിചാരിക്കാത്ത രീതിയിലുള്ള പല ദോഷങ്ങളും അതുപോലെ ഉണ്ട് അല്ലെ. അപ്പൊ അത് തന്നെയാണ് അവർക്ക് മുന്നിലുള്ള ഒരു ചാലഞ്ച് ആയിട്ട് പറയുന്നത്. കാരണം നമ്മൾ ശരിയായ രീതിയിൽ മാർക്കറ്റിംഗ് അതിലൂടെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, ഹോസ്പിറ്റലിന്റെ ഇമേജിന് തന്നെ കോട്ടം വരാനുള്ള ചാൻസ് അവിടെ ഉണ്ട്. അപ്പൊ ആ ഒരു കാരണം കൊണ്ട് പൊതുവെ ഹോസ്പിറ്റലുകൾ സോഷ്യൽ മീഡിയ നെറ്റ്വർക്കുകളിലൂടെ അധികം പബ്ലിസിറ്റി ഒന്നും എന്ത് ചെയ്യാറില്ല, കൊടുക്കാറില്ല. ഓക്കെ, പിന്നെ എന്താണ് നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു മാർഗം എന്താ, അപ്പൊ മാർക്കറ്റിംഗ് ചെയ്യണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന മറ്റു മാർഗങ്ങൾ എന്താണ്, അതാണ് നെക്സ്റ്റ് സെന്റൻസിൽ അവർ പറയുന്നത്. However, in marketing research and inquiry generation, the marketing team found an easy way for generating the national and international inquiries through the internet, through search engine marketing and search engine optimization. അതിനെ പറ്റിയിട്ട് വളരെ മാർക്കറ്റിംഗ് സെഗ്മെന്റിൽ നമ്മൾ പഠിക്കുന്നുണ്ട് കേട്ടോ. അതായത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, മാർക്കറ്റിംഗ് നടത്തണം. എങ്ങനെ മാർക്കറ്റിംഗ് നടത്തണം, മാർക്കറ്റിംഗ് നടത്താൻ പറ്റിയൊരു മാർഗം എന്താണ്, അതിനായിട്ട് മാർക്കറ്റിംഗ് ടീം എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ്, SEM എന്ന് പറയും. അപ്പൊ നിങ്ങൾക്കത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട് കേട്ടോ, മാർക്കറ്റിംഗ് സെഗ്മെന്റിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. എങ്കിലും ഇവിടെ പറഞ്ഞു പോകുന്നതുകൊണ്ട് നമുക്ക് പറയാം, സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് കേട്ടോ, SEM എന്നാണ് നമ്മൾ ഷോർട്ട് ആയിട്ട് പറയുക. SEM എന്താണത്, സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ്. എന്താണ് ഈ സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാല്, അതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു ഡിജിറ്റൽ എന്താ പറയാ സ്ട്രാറ്റജിയാണ് കേട്ടോ. അതായത് ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒക്കെ നടത്താറുണ്ടല്ലോ, അപ്പൊ അതൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. അവിടെ നമ്മള് പേയ്മെന്റ് കൊടുത്തുകൊണ്ട് ആഡ്സുകൾ ഇറക്കും. നമ്മള് പെയ്ഡ് ആഡ്സുകൾ കൊടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാമോ, ഈ പറയുന്ന ഹോസ്പിറ്റലിന്റെ വെബ്സൈറ്റിന്റെ ആ ഒരു വിസിബിലിറ്റി വർദ്ധിപ്പിക്കും. നമ്മളിപ്പോ ഈ സെർച്ച് എഞ്ചിൻ റിസൾട്ട് പേജിൽ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിന്റെ വെബ്സൈറ്റിൽ കൂടുതൽ വിസിബിലിറ്റി കിട്ടുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, കൂടുതൽ വിസിബിലിറ്റി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് പെയ്ഡ് ആഡ്സ് കൊടുക്കുകയാണ്. പേയ്മെന്റ് കൊടുത്ത് പരസ്യങ്ങൾ ഇറങ്ങും. ഓക്കെ, അങ്ങനെ ചെയ്യുന്നൊരു ശരിക്കും പറഞ്ഞൊരു ഡിജിറ്റൽ എന്താ പറയാ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് SEM എന്ന് പറഞ്ഞു കേട്ടോ. അതായത് സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ്. ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ വേറെ ചാപ്റ്ററിനകത്ത് പഠിക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങളൊരു ഐഡിയ ഉണ്ടാക്കിയത്, നമുക്ക് സെർച്ച് ചെയ്യുന്ന സമയത്ത് ചില ഹോസ്പിറ്റലിന്റെ വെബ്സൈറ്റ് ഏറ്റവും മുന്നിലായിട്ട് നമുക്ക് കാണാൻ പറ്റും അല്ലെ. അപ്പൊ അതെന്താണ്, പെയ്ഡ് പ്രൊമോഷൻ ആണ്. അതായത് ആ ഒരു ഹോസ്പിറ്റലിന്റെ വെബ്സൈറ്റിന് കൂടുതൽ വിസിബിലിറ്റി കിട്ടുന്നതിന് വേണ്ടിയിട്ട്, സെർച്ച് ചെയ്യുമ്പോൾ കൂടുതൽ വിസിബിലിറ്റി കിട്ടുന്നതിന് വേണ്ടിയിട്ട് പെയ്ഡ് ആഡുകൾ കൊടുക്കുകയാണ്. പേയ്മെന്റ് കൊടുത്ത് നമ്മൾ പരസ്യങ്ങൾ ഇറക്കുകയാണ്. ഓക്കെ, അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് SEM എന്ന് പറയുന്നത് കേട്ടോ. സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരെണ്ണാണ് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. അതായത് SEO എന്നാണ് പറയാ കേട്ടോ, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. അതെന്ന് പറഞ്ഞ ഇതേ പ്രോസസ് തന്നെയാണ്. ഇങ്ങനെയുള്ള സ്ട്രാറ്റജികളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ വെബ്സൈറ്റിന്റെ റാങ്കിങ് ഹയർ ആക്കാനും അതിന്റെ വിസിബിലിറ്റി, നമ്മൾ ഈ ആളുകൾ സെർച്ച് ചെയ്യുക സെർച്ച് എഞ്ചിൻ പേജ് റിസൾട്ടിനകത്ത് നമ്മുടെ ഹോസ്പിറ്റലിന്റെ വെബ്സൈറ്റിന്റെ ആ വിസിബിലിറ്റി വർദ്ധിപ്പിക്കാനും അവരുടെ റാങ്കിങ് ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പറയുന്ന സ്ട്രാറ്റജികളൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു പ്രോസസ് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഇത്തരത്തിൽ സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗും സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷനും ഒക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഇന്റർനെറ്റിലൂടെ ഈ പറയുന്ന മാർക്കറ്റിംഗ് ടീമിന് നമ്മുടെ രാജ്യത്തിനകത്തും അതുപോലെ പുറത്തു നിന്നും എന്ന് വെച്ചാൽ വേൾഡ് വൈഡ് ആയിട്ട് നമുക്ക് ധാരാളം എൻക്വയറീസ് എന്ത് ചെയ്യാൻ പറ്റും, കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും.
പറഞ്ഞ മനസ്സിലായോ? അപ്പൊ അവരധികം സോഷ്യൽ മീഡിയയിൽ അധികം വലിയ പബ്ലിസിറ്റി കൊടുക്കുന്നില്ല. പക്ഷെ ഇന്റർനെറ്റിലൂടെ എങ്ങനെയൊക്കെയാണ് ഈ പറയുന്ന സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ്, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ അത് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഇന്റർനെറ്റിലൂടെ ഇവരെന്ത് ചെയ്യുന്നുണ്ട്? മാർക്കറ്റിംഗ് ചെയ്യുന്നത് നമ്മുടെ രാജ്യത്തിനകത്തും അതുപോലെ പുറത്തുനിന്ന് വെച്ചാൽ വേൾഡ് വൈഡ് ആയിട്ടൊക്കെ നമുക്ക് ധാരാളം എൻക്വയറീസ്, അപ്ലിക്കേഷൻസുകളൊക്കെ നമുക്ക് അതിലൂടെ കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് അവിടെ പറയുന്നത് കേട്ടോ. അതായത് നോക്കിയ മാർക്കറ്റിംഗ് ടീം ഫോം ആൻ ഈസി വേ ഫോർ ജനറേറ്റിംഗ് നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ എൻക്വയറീസ്. എന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്തിനകത്ത് നിന്ന് മാത്രമല്ല പുറത്തു നിന്നും നമുക്ക് ഒരുപാട് എൻക്വയറീസുകൾ ലഭിക്കും അല്ലെ? ഇതിലൂടെ ത്രൂ ദ ഇന്റർനെറ്റ്, ത്രൂ ദ സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് ആൻഡ് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. ക്ലിയർ ആയോ? ഓക്കെയാണോ? മനസ്സിലായോ പറഞ്ഞത്? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിക്കോട്ടോ. ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആവുന്നുണ്ടോ നോക്ക് കേട്ടോ. സോഷ്യൽ മീഡിയ ഓക്കെ. നെക്സ്റ്റ് വരുന്നതാണ് ഓൺലൈൻ ജോബ് സൈറ്റ്സ് അല്ലെ? ഓൺലൈൻ ജോബ് സൈറ്റുകൾ നമ്മളൊക്കെ ഉപയോഗിക്കാറുണ്ട് അല്ലെ? ഓൺലൈൻ ജോബ് സൈറ്റുകൾ ധാരാളം ഉണ്ട് അല്ലെ? ഓക്കെ. അപ്പൊ അതുവഴിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരുപാട് ആപ്ലിക്കേഷൻസ്, ഒരുപാട് കാൻഡിഡേറ്റ്സിനെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ഓക്കെ, നോക്കുക. HRD in some cases source candidates through online job sites, Headhunters, Indeed, Shine, Naukri and various other online portals which involve only little time and effort. നമുക്കറിയാം, നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, ഇന്ത്യയിൽ നിന്നൊക്കെ കേട്ടിട്ടുണ്ടാവില്ലേ? ഇന്ത്യയുടെ ലിങ്ക്ഡിൻ, അതുപോലെ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു ഓൺലൈൻ ജോബ് സൈറ്റ് ആണ് Naukri.com അല്ലെ? Naukri.com ഒക്കെ കേട്ടിട്ടുണ്ട്. Naukri.com, Indeed, Shine, LinkedIn, Headhunters, ഇതൊക്കെ ഓരോ ജോബ് എന്താ പറയുക ഓൺലൈൻ ജോബ് സൈറ്റുകളാണ് കേട്ടോ. അപ്പൊ ഇത്തരം ഓൺലൈൻ ജോബ് അതൊക്കെ ഒന്ന് അറിയാലോ, അതൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഓൺലൈൻ ജോബ് സൈറ്റുകളിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു പൊട്ടൻഷ്യൽ കാൻഡിഡേറ്റിനെ കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെ കണ്ടെത്തുമ്പോഴത്തെ ഒരു ഗുണം എന്താണെന്ന് അറിയാം, നമുക്ക് ഒരുപാട് ടൈമും എഫർട്ടും ഒക്കെ നമുക്ക് അവിടെ സേവ് ചെയ്യാനായിട്ട് പറ്റും. ഒത്തിരി ടൈം കൺസ്യൂമിങ് അല്ല. ഓക്കെ, നമുക്ക് ടൈമും അതുപോലെ തന്നെ ആ ഒരു എഫർട്ടും ഒക്കെ നമുക്ക് ഒരുപാട് അവിടെ സേവ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് അവർ പറയുന്നത് വിച്ച് ഇൻവോൾവ് ഓൺലി ലിറ്റിൽ ടൈം ആൻഡ് എഫർട്ട്. വളരെ കുറച്ച് സമയം എഫർട്ട് മാത്രം അതിന് മതി അല്ലെ? ഒരുപാട് ടൈം എഫിഷ്യന്റ് ആയിട്ട് എഫർട്ട് നമുക്ക് കുറയ്ക്കാനായിട്ട് അതിലൂടെ സാധിക്കുന്നുണ്ട്. പിന്നെ നോക്കുക, the vacancies are posted in the above sites and the result have been proved on the higher side since the new generation are totally dependent on online, not even job search but for all their routine requirement. അപ്പൊ ഇന്നത്തെ കാലത്ത് ഇത് വളരെ റിലവന്റ് ആണ്. കാര്യം എന്താണ്? നമ്മുടെ സാധാരണ ആൾക്കാർ എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ആളുകൾ എന്ന് പറയുമ്പോൾ കൂടുതൽ എന്താണ് ഓൺലൈൻ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് അല്ലെ? കൂടുതൽ റൂട്ടീൻ, അതായത് ജോബ് സെർച്ചിന് വേണ്ടി മാത്രമല്ല അവരുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് തന്നെ ഇങ്ങനെയുള്ള ഓൺലൈൻ അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമുകളൊക്കെ ഉപയോഗിക്കുന്ന ആളുകളാണ് ഇന്നത്തെ ജനറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഓൺലൈൻ ജോബ് സൈറ്റുകളിലൂടെയൊക്കെ ജോബ് വാക്കൻസികൾ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് യങ്ങർ ജനറേഷനിൽ നിന്നും നമുക്ക് കുറെ നല്ല കാൻഡിഡേറ്റുകളെ കണ്ടെത്താനായിട്ട് സാധിക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ട്രെയിനിലൂടെ ഓൺലൈൻ ജോബ് സൈറ്റ്. ഓക്കെ, അപ്പൊ പോയിന്റുകൾ നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. അടുത്തത് എന്താണ്? അഡ്വർടൈസ്മെന്റ് ആണ് കേട്ടോ. അഡ്വർടൈസ്മെന്റിനെ പറ്റിയിട്ട് എന്താണ്? നമ്മൾ പത്രത്തിൽ പരസ്യം അല്ലെ? അഡ്വർടൈസ്മെന്റ്. അപ്പോ ഈ അഡ്വർടൈസ്മെന്റിന്റെ ആ ഒരു എന്താ പറയാ പ്രത്യേകത എന്താണെന്ന് നമുക്ക് നോക്കാം. ഇൻ ഓഡിയോ, വിഷ്വൽ ആൻഡ് പ്രിന്റഡ് മീഡിയ, the biodata is compiled from the different sources mentioned in detail from point 1 to 9. 9 അല്ല, 1 to 8 ആണ് കേട്ടോ. 8ാമത്തെ പോയിന്റ് വരെയാണ് ഉദ്ദേശിക്കുന്നത്. 9ാമത്തെ പോയിന്റ് അഡ്വർടൈസ്മെന്റ് ആണ്. 1 to 8 may be inadequate compared to the vacancies that may exist. എന്താണ് അവിടെ ഒരുപാട് എഴുതി വെച്ചിട്ടുണ്ട്. അതിന്റെ കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. അതായത് നമ്മളിപ്പോ കുറെ സോഴ്സുകൾ കണ്ടല്ലോ, ഡാറ്റ ബാങ്ക്, പേഴ്സണൽ റെഫറൻസ്, സോഷ്യൽ മീഡിയ നെറ്റ്വർക്ക്, ഓൺലൈൻ ജോബ് സൈറ്റ്, ഇതൊക്കെ ഒരുപാട് സോഴ്സസ് ആണ്. നമുക്ക് കാൻഡിഡേറ്റിനെ കണ്ടെത്താനുള്ള ഒരുപാട് സോഴ്സുകളാണ്. പക്ഷെ നമ്മൾ ഈ പറയുന്ന സോഴ്സുകളിൽ നിന്ന് ലഭിക്കുന്ന അപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ നിലവിലുള്ള ജോബ് വാക്കൻസികൾ ഫില്ല് ചെയ്യാനായിട്ട് ചിലപ്പോൾ നമുക്ക് പോരാതെ വന്നേക്കാം. വരുന്നല്ല പറയുന്നത്, പോരായ്മ വന്നേക്കാം. അപ്പൊ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ്? അഡ്വർടൈസ്മെന്റ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ശരിക്കും പറയുമ്പോൾ നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ, അവർക്ക് ഒരു ബെസ്റ്റ് കാൻഡിഡേറ്റിനെ കണ്ടെത്താനായിട്ട് അവർക്ക് ധാരാളം അപ്ലിക്കേഷൻസ് ആവശ്യമായിട്ട് വരും. അങ്ങനെയാണ് പൊതുവെ ചെയ്യുന്നത്. ഓക്കെ,
അതായത് നമുക്കൊരു ഏറ്റവും നല്ലൊരു ബെസ്റ്റ് കാൻഡിഡേറ്റിനെ അവര് കണ്ടെത്തണമെങ്കിൽ നമുക്ക് ധാരാളം അപ്ലിക്കേഷൻസുകൾ ആവശ്യമായിട്ട് വരും. നമ്മൾ നേരത്തെ പറഞ്ഞ സോഴ്സുകളിൽ നിന്നൊക്കെ നമുക്ക് അപ്ലിക്കേഷൻസ് ലഭിക്കും. പക്ഷെ ചിലപ്പോ നിലവിലുള്ള വാക്കൻസി ഫില്ല് ചെയ്യാനായിട്ട് അത് പര്യാപ്തമല്ലെങ്കിൽ നമുക്ക് പിന്നെ ചെയ്യാവുന്ന മാർഗം എന്താണ്? അഡ്വർടൈസ്മെന്റ് കൊടുക്കുക എന്നുള്ളതാണ് അല്ലെ. അഡ്വർടൈസ്മെന്റിലൂടെ നമുക്ക് ഒരുപാട് അപ്ലിക്കേഷൻസുകൾ എന്താണ് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. For example, for example, if we needed to recruit a 10 staff, there should be at least 40 to 50 applications to enable the HR department to shortlist the same and to derive the requisite applications fit for the consideration based on the current requirement. വലിയൊരു സെന്റൻസ് ആണ്. ഒരു എക്സാമ്പിൾ അവർ പറയുകയാണ് നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട്. ഇപ്പൊ നമുക്കൊരു 10 സ്റ്റാഫുകളുടെ ഒരു 10 ഒഴിവുകളിലേക്ക് 10 സ്റ്റാഫുകളെ നമുക്ക് റിക്രൂട്ട് ചെയ്യേണ്ടത് വിചാരിക്കാം. അങ്ങനെ റിക്രൂട്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റിന് ഏകദേശം ഒരു 40 തൊട്ട് 50 ആപ്ലിക്കേഷൻസുകളെങ്കിലും അവർക്ക് ലഭിച്ചിരിക്കണം. കാര്യം 10 വേക്കൻസി ഫില്ല് ചെയ്താൽ മതി, 10 ആളുകളെ നമുക്ക് ആവശ്യമുള്ളൂ. പക്ഷെ എങ്കിൽ കൂടി നമുക്കൊരു 40 തൊട്ട് 50 ആപ്ലിക്കേഷൻസുകളെങ്കിലും HR ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമായിട്ട് വരും. ഓക്കെ, അപ്പൊ അതാണ് അവരിവിടെ പറയുന്നത് കേട്ടോ. അല്ലെങ്കിൽ മാത്രമേ അവർക്ക് ഒരു പൊട്ടൻഷ്യൽ കാൻഡിഡേറ്റിനെ കണ്ടെത്താനായിട്ട് സാധിക്കും. പിന്നെ മാത്രമല്ല നമുക്ക് വേണ്ടത്ര അപ്ലിക്കേഷൻസ് ഇല്ല എന്ന് വിചാരിക്കുക. വേണ്ടത്ര അപ്ലിക്കേഷൻസുകൾ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു ശരിയായ കാൻഡിഡേറ്റിനെ കണ്ടെത്താനായിട്ട് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റിന് ബുദ്ധിമുട്ട് വരും. ഓക്കെ, പിന്നെ എന്താണ് പറയുന്നത്? വേറെ ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ് ആൻഡ് അതർ ക്രൈറ്റീരിയ സച്ച് എ സാലറി സ്കെയിൽ, joining time etc. are taken into consideration. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഈ ആപ്ലിക്കേഷൻസുകൾ നമ്മൾ കളക്ട് ചെയ്യുമ്പോൾ ചില ക്രൈറ്റീരിയകൾ നമ്മൾ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ആപ്ലിക്കേഷൻസുകൾ കളക്ട് ചെയ്യുന്നത്. ഓക്കെ, അതായത് ആളുകളെ റിക്രൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ക്രൈറ്റീരിയ അവർ ഫോളോ ചെയ്യുന്നുണ്ട്. എന്തൊക്കെ ക്രൈറ്റീരിയാസ് ആണ്, എന്തൊക്കെ അവിടെ പരിഗണിക്കുന്നു? ക്വാളിഫിക്കേഷൻ നോക്കൂ അല്ലെ, അതായത് അവരുടെ വിദ്യാഭ്യാസ യോഗ്യത അതൊരു പാരാമീറ്റർ ആണ്. അതുപോലെ തന്നെ എക്സ്പീരിയൻസ്, അവരുടെ ആ ഒരു വർക്ക് എക്സ്പീരിയൻസ്, അതുപോലെ മറ്റ് സാലറി സ്കെയില്, അതായത് എക്സ്പെക്ടഡ് സാലറി, ആ ഒരു കാൻഡിഡേറ്റ് അവരെ പ്രതീക്ഷിക്കുന്ന സാലറി എത്രയാണ്, പിന്നെ അവരുടെ ജോയിനിങ് ടൈം, അതായത് എപ്പോ അവർക്ക് ആ ഒരു ജോലിയിൽ അവർക്ക് എൻറ്റർ ചെയ്യാനായിട്ട് അവര് തയ്യാറാണ്, വില്ലിംഗ് ആണ്, ആ ജോയിനിങ് ടൈം അല്ലെ, അതിനെയൊക്കെ അങ്ങനെയുള്ള ചില സ്ട്രിക്റ്റ് ആയിട്ടുള്ള ചില ക്രൈറ്റീരിയകളെ ഫോളോ ചെയ്തുകൊണ്ടാണ് HR ഡിപ്പാർട്ട്മെന്റ് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നത്. വെറുതെ ആളുകളെ എടുക്കുകയല്ല ചെയ്യുന്നത്, പല കാര്യങ്ങളും കൺസിഡർ ചെയ്യുന്നുണ്ട്. ക്വാളിഫിക്കേഷൻ നോക്കും, എക്സ്പീരിയൻസ് നോക്കും, പിന്നെ അവര് പ്രതീക്ഷിക്കുന്ന സാലറി എത്രയാണെന്ന് അവര് കണക്കിലെടുക്കുന്നുണ്ട്. ഒപ്പം അവരുടെ ജോയിനിങ് ടൈം, അതായത് നമ്മളൊരു ഇന്റർവ്യൂ നടത്താൻ എത്ര സമയം കൊണ്ട് അവർക്ക് ആ ഒരു ഓർഗനൈസേഷന്റെ വർക്കിന് കയറാനായിട്ട് പറ്റും അല്ലെ, അവരതിന് വില്ലിംഗ് ആണ്, അതൊക്കെ അവിടെ പരിഗണിക്കുന്നുണ്ട്. അങ്ങനെയാണ് HR ഡിപ്പാർട്ട്മെന്റ് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നത് കേട്ടോ. ഇനി നോക്കാം, the applications derived from the above sources may sometimes be insufficient considering the number of vacancies for each category and a different professional category. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ കുറെ സോഴ്സുകൾ നമ്മൾ പറഞ്ഞല്ലോ, ആ സോഴ്സിലൂടെ നമുക്ക് ലഭിക്കുന്ന അപ്ലിക്കേഷൻസ് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കാറ്റഗറിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ കാറ്റഗറിയിലോ ഫില്ല് ചെയ്യാനായിട്ട് ഇൻസഫിഷ്യന്റ് ആണ്. അതായത് നമുക്ക് ലഭിക്കുന്ന അപ്ലിക്കേഷൻസ് പോരാതെ വരുവാണെങ്കിൽ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം? അഡ്വർടൈസ്മെന്റ് കൊടുക്കണം. അതാണ് പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കേട്ടോ. അപ്പൊ നോക്കുക, if the required application meets the criteria set for the as per the present requirement, there is no need for an advertisement part. അത് ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. നമുക്ക് ഈ സോഴ്സുകളിൽ നിന്നൊക്കെ ലഭിക്കുന്ന അപ്ലിക്കേഷൻസ്, ഈ പറയുന്ന നമ്മൾ പറഞ്ഞ ക്രൈറ്റീരിയാസുകളൊക്കെ മീറ്റ് ചെയ്യുന്ന അപ്ലിക്കേഷൻസുകൾ ഈ സോഴ്സുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണ്ട? അഡ്വർടൈസ്മെന്റ് കൊടുക്കണ്ട. ഇനി നമുക്ക് നമ്മുടെ റിക്വയർമെന്റ്സുകൾ മീറ്റ് ചെയ്യാൻ പാകത്തിന് അപ്ലിക്കേഷൻസുകൾ ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? അഡ്വർടൈസ്മെന്റ് കൊടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അതാണ് ആ ഒരു പാരഗ്രാഫിനകത്ത് പറയുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കൂ. ആ ഒരു പാരഗ്രാഫ് വായിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലായോ നോക്കി? ഈ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് നോക്കാമോ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കൂ, ഫസ്റ്റ് പാരഗ്രാഫ് കേട്ടോ. ഓക്കെ ആണോ?
വായിച്ചു നോക്കിയോ? ക്ലിയർ ആയോ പറഞ്ഞ കാര്യങ്ങള്? ഫസ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ? ഓക്കെയാണ്. ഉള്ളത് ഒരു 1-2 പ്രാവശ്യം വായിക്കുമ്പോഴാണ് കേട്ടോ അത് ചിലപ്പോ മനസ്സിലാവുള്ളൂ. ഓക്കെ, ക്ലിയർ ആയല്ലോ? അതായത് HR ഡിപ്പാർട്ട്മെന്റിന് ഒരുപാട് അപ്ലിക്കേഷൻസ് ലഭിക്കണം എങ്കിൽ മാത്രമേ അവർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റിനെ കണ്ടെത്താനായിട്ട് സാധിക്കൂ. അതിനായിട്ട് അവർ ചില ക്രൈറ്റീരിയാസ് അവർ ഫോളോ ചെയ്യുന്നുണ്ട്. ക്വാളിഫിക്കേഷൻ നോക്കും, എക്സ്പീരിയൻസ് നോക്കും, അവർ എക്സ്പെക്ട് ചെയ്യുന്ന സാലറി നോക്കും, ജോയിനിങ് ടൈം, ഇതൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് നമ്മൾ അപ്ലിക്കേഷൻസുകൾ സ്വീകരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പറയുന്ന സോഴ്സുകൾ ഉപയോഗിച്ച് മതിയായ അപ്ലിക്കേഷൻസുകൾ ലഭിക്കുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അഡ്വർടൈസ്മെന്റ് കൊടുക്കേണ്ട കാര്യമില്ല. അതേസമയം ഈ പറയുന്ന സോഴ്സുകളിൽ നിന്ന് നമുക്ക് വേണ്ടത്ര അപ്ലിക്കേഷൻസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? അഡ്വർടൈസ്മെന്റ് കൊടുക്കേണ്ടതായിട്ട് വരും. അത്രയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് നോക്കാം, നെക്സ്റ്റ് സ്റ്റെപ്പ് ആണ് കേട്ടോ. ഒരു അഡ്വർടൈസ്മെന്റ് കൊടുത്തു കഴിഞ്ഞാലുള്ള കാര്യങ്ങളാണ് അടുത്ത പാരഗ്രാഫിനകത്ത് പറയുന്നത്. ഓക്കെ, ജോബ് ആസ്പിരൻസ് ആർ ഡിഫറെന്റ് ഇൻ നേച്ചർ. അല്ലെ, നമുക്കറിയാം ജോലി അന്വേഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾ എന്ന് പറഞ്ഞാല് പലതരക്കാരാണ് അല്ലെ, പലതരക്കാരാണ്. നോക്കാം, ദോസ് ഹു ആർ ഇൻ അർജന്റ് നീഡ് ഓഫ് എ പ്ലേസ്മെന്റ് സ്റ്റാർട്ട് സെൻഡിങ് ദെയർ CVs ഫ്രം day one itself. Likewise, busy employees who are looking for a change will be reviewing the advertisements in a couple of days and also register their CVs. അതായത് ഇപ്പൊ നമ്മളെ കാര്യം തന്നെ നമ്മൾ ചിന്തിച്ചാൽ മതി. ഇപ്പൊ നമ്മളൊരു ന്യൂസ് പേപ്പറിൽ ഒരു അഡ്വർടൈസ്മെന്റ് കാണാന്ന് വിചാരിക്കാം. അപ്പോ നമ്മള് വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മളൊരു ജോലി അന്വേഷിക്കുന്ന ഒരാളാണ്, അങ്ങനെ ഒരു ജോബ് ആസ്പിരന്റ് ആണ് നമ്മളെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഡേ ഫസ്റ്റ് ഇറ്റ്സെൽഫ്, അന്നത്തെ ദിവസം തന്നെ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ CV അയക്കും അല്ലെ. നമുക്ക് അത്രയും ഒരു എമർജൻസി പ്ലേസ്മെന്റ് ആവശ്യമായിട്ടുള്ള ആളുകളാണെങ്കിൽ നമ്മൾ അഡ്വർടൈസ്മെന്റ് കണ്ടാൽ ഉടനെ തന്നെ നമ്മൾ ആ ഫസ്റ്റ് ഡേ ഇറ്റ്സെൽഫ് തന്നെ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ CV നമ്മൾ അയക്കും അല്ലെ. ഇനി അതേസമയം ഓൾറെഡി ജോലിയുള്ള ആളുകൾ ഉണ്ടായിരിക്കാം, ഒരു ചേഞ്ച് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ അവരെന്ത് ചെയ്യും? ഈ അഡ്വർടൈസ്മെന്റ് റിവ്യൂ ചെയ്ത് ചിലപ്പോൾ അവര് അന്ന് ചെയ്യുന്നതില്ല, പക്ഷെ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം അവർ എന്ത് ചെയ്യും? അവരുടെ CV അവര് സെൻഡ് ചെയ്യും. ഓക്കെ, അപ്പൊ അങ്ങനെ പല തരക്കാരുണ്ട് എന്നാണ് അവരവിടെ പറയുന്നത് കേട്ടോ. പിന്നെ എന്താണ് നോക്കിയേ, those aspirants who are aggressive and look for a change in career and higher prospect investigate the advertisement, and if it matches the criteria they are looking for apply in a gap of 1 week or so. ഇനി ഭയങ്കരമായുള്ള ഉയർന്ന സാധ്യതകള് അല്ലെങ്കിൽ ഒരു ഉയർന്ന എന്താ പറയാ ചാൻസസുകളൊക്കെ ആഗ്രഹിക്കുന്ന ജോബ് ആസ്പിരൻസുകളാണെങ്കിൽ അവർ ഈ അഡ്വർടൈസ്മെന്റ് കണ്ടിരുന്നത് കൃത്യമായിട്ട് അവർ അതിനെ പറ്റി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും അല്ലെ. ആ അഡ്വർടൈസ്മെന്റിനെ പറ്റി അവർ കൃത്യമായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും. അതുപോലെ തന്നെ അവരുടെ ആവശ്യങ്ങൾ ഉണ്ടായിരിക്കും. കാൻഡിഡേറ്റ് എന്നുള്ള രീതിയിൽ അവരുടെ ചില റിക്വയർമെന്റ്സ് അല്ല, അവർ എക്സ്പെക്ട് ചെയ്യുന്ന സാലറി അല്ലെങ്കിൽ അവർ എക്സ്പെക്ട് ചെയ്യുന്ന വർക്ക് കണ്ടീഷൻസുകളൊക്കെ അവർക്ക് ചില എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവര് കൃത്യമായിട്ട് അന്വേഷിച്ച് അത് മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ മിക്കവാറും ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ അവരെന്ത് ചെയ്യും? അവരുടെ CV അയക്കും. അങ്ങനെ പലതരത്തിലുള്ള ജോബ് ആസ്പിരൻസുകളാണ് നമ്മുടെ സൊസൈറ്റിയിൽ ഉള്ളത് അല്ലെ. അപ്പൊ ഇതെല്ലാം നമ്മൾ പരിഗണിക്കണം. ഓക്കെ, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ഇൻ എ നട്ട്ഷെൽ, ഇഫ് വി ഇന്റന്റ് ടു ഗെറ്റ് ഓൾ ദ ക്രൈറ്റീരിയ ഓഫ് കാൻഡിഡേറ്റ്സ്, we have to provide at least a 10 to 15 days time frame for the closing of the advertisement response. അപ്പൊ നമ്മള് ശരിക്കും പറഞ്ഞാൽ ഒരു അഡ്വർടൈസ്മെന്റ് കൊടുത്തു കഴിഞ്ഞാല് ആ മുഴുവൻ റെസ്പോൺസ് നമുക്ക് ലഭിക്കണമെങ്കിൽ ഒരു 10-15 ദിവസം നമ്മൾ സമയപരിധി കൊടുക്കണം അല്ലെ. ഇപ്പൊ നമ്മൾ അഡ്വർടൈസ്മെന്റ് ന്യൂസ് പേപ്പറിൽ കണ്ടിട്ടില്ല, അവർ പറയൂലേ ഇത്രാമത്തെ ഡേറ്റിന് മുൻപ് നിങ്ങളുടെ CV നിങ്ങൾ അയക്കാന്ന് പറയും. മിക്കവാറും ഒരു 2 ആഴ്ച സമയമൊക്കെയാണ് അവർ തരാറുള്ളത് അല്ലെ. അതായത് നമ്മളൊരു അഡ്വർടൈസ്മെന്റ് കൊടുത്താൽ ഒരു 10-15 ദിവസമെങ്കിലും സമയപരിധി കൊടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് എല്ലാ വിധത്തിലുള്ള ജോബ് ആസ്പിരൻസിൽ നിന്നും എന്ത് ലഭിക്കുള്ളൂ? അപ്ലിക്കേഷൻസ്, ആ റെസ്പോൺസ് നമുക്ക് കൃത്യമായിട്ട് ലഭിക്കും. Okay, ഇനി നോക്കിയേ, now it is our turn to review the applications received from the various sources mentioned above, including advertisement. എല്ലാ സോഴ്സസും നമ്മൾ പഠിച്ചു, 9 സോഴ്സുകൾ നമ്മൾ പഠിച്ചു അല്ലെ. അപ്പൊ ഈ 9 സോഴ്സുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന എല്ലാവിധ അപ്ലിക്കേഷൻസുകളും നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യാണ്? അവരതെല്ലാം തന്നെ കളക്ട് ചെയ്യും അല്ലെ. കളക്ട് ചെയ്തതിനു ശേഷം അവരതെല്ലാം തന്നെ എന്ത് ചെയ്യും? അനലൈസ് ചെയ്യും.
Okay, അങ്ങനെ സെയിം. അപ്പൊ നോക്കുക, in detail the applications received from existing data bank, circular, notice board, job site, professional consultants, referrals of management and staff, social media and walk-in candidates are compiled. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ എല്ലാ സോഴ്സുകളിൽ നിന്ന് ലഭിക്കുന്ന എന്താ പറയുക അപ്ലിക്കേഷൻസിന്റെ HR ഡിപ്പാർട്ട്മെന്റിന്റെ കമ്പയർ ചെയ്യാന്ന് വെച്ചാൽ എന്താ സമാഹരിക്കും അല്ലെ, അവരെല്ലാം തന്നെ കൃത്യമായിട്ട് കളക്ട് ചെയ്യും. ഇനി കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്ത് വെക്കണമെങ്കിൽ നമ്മളത് അനലൈസ് ചെയ്യണം അല്ലെ. നമുക്ക് ലഭിച്ച എല്ലാ അപ്ലിക്കേഷൻസുകളും നമ്മൾ എന്ത് ചെയ്യണം, അനലൈസ് ചെയ്യണം. അതാണ് അടുത്ത സ്റ്റെപ്പ്. അപ്പൊ നോക്കിയേ, കോമ്പിനേഷൻ ഓഫ് ആപ്ലിക്കേഷൻസ് റിസീവ്ഡ് from the various sources for each designation will be ആരുടെ ഡ്യൂട്ടിയാണ്, the duty of HR officer or HR executive. അതെല്ലാം ചെയ്തു വെക്കുക കേട്ടോ. അങ്ങനെ ഈ വിവിധ സോഴ്സുകളിൽ നിന്നും നമുക്ക് ലഭിച്ചിട്ടുള്ള അപ്ലിക്കേഷൻസിനെ സമാഹരിച്ച് ലഭിച്ചിട്ടുള്ള അപ്ലിക്കേഷൻസിന് കമ്പൈൽ ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ആർക്കാണുള്ളത്? HR ഓഫീസർ അല്ലെങ്കിൽ HR എക്സിക്യൂട്ടീവിനാണ് അതിന്റെ റെസ്പോൺസിബിലിറ്റി ഉള്ളത്. ആർക്കാണ് അതിന്റെ റെസ്പോൺസിബിലിറ്റി? ഹ്യൂമൻ റിസോഴ്സ് ഓഫീസർ അഥവാ HR എക്സിക്യൂട്ടീവിനാണ് ഈ പറയുന്ന അപ്ലിക്കേഷൻസുകളൊക്കെ കളക്ട് ചെയ്ത് അതിനെ കമ്പൈൽ ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ആർക്കാണുള്ളത്? HR ഓഫീസർ അല്ലെങ്കിൽ HR എക്സിക്യൂട്ടീവിനാണ്. ഓക്കെ, ഇനി നോക്കുക, once the deadline of advertisement is crossed, HR officer starts shortlisting the applications according to the requirements mentioned in the advertisement. അങ്ങനെ നമ്മളൊരു സമയപരിധി കൊടുക്കണം എന്ന് പറഞ്ഞല്ലോ, 10-15 ദിവസം സമയപരിധി കൊടുക്കണം. അപ്പൊ ആ ഒരു സമയപരിധി കഴിഞ്ഞാൽ ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യും? ഷോർട്ട് ലിസ്റ്റ് ചെയ്യും അല്ലെ. നമ്മൾ ലഭിച്ച അപ്ലിക്കേഷൻസിനെ നമ്മൾ നേരത്തെ പറഞ്ഞ കുറെ ക്രൈറ്റീരിയാസ് ഉണ്ടല്ലോ, ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ്, സാലറി, ജോയിനിങ് ടൈം, അങ്ങനെ കുറെ പാരാമീറ്റേഴ്സ് നമ്മൾ പറഞ്ഞിരുന്നു. അത്തരം ക്രൈറ്റീരിയാസിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ ലഭിച്ചിട്ടുള്ള ആപ്ലിക്കേഷൻസിനെ കംപ്ലീറ്റ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. ഓക്കെ, ഷോർട്ട് ലിസ്റ്റ്. അപ്പൊ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഷോർട്ട് ലിസ്റ്റിംഗ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും വരെയുള്ള ഭാഗങ്ങൾ മനസ്സിലായോ നിങ്ങൾക്ക്? എല്ലാ സോഴ്സുകളും ക്ലിയർ ആയോ? അഡ്വർടൈസ്മെന്റ് വരെയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെയാണോ നിങ്ങൾക്ക്? മനസ്സിലായോ? ഓക്കെ ആണ്. സനില മാത്രമാണ് റെസ്പോണ്ട് ചെയ്യുന്നത്, ബാക്കിയുള്ള കുട്ടികൾക്കൊക്കെ മനസ്സിലാവുന്നില്ലേ? ഓക്കെ, അടുത്തതാണ് ഷോർട്ട് ലിസ്റ്റ് കേട്ടോ. നമ്മൾ ഈ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്താ? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്? നമ്മുടെ ഇന്റർവ്യൂ പ്രോസസ്സ് വളരെ എഫിഷ്യന്റ് ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. നമ്മൾക്കിപ്പോ ഒരു വാക്കൻസി, ഇപ്പൊ നമ്മളൊരു 5-6 വാക്കൻസിയിലേക്കൊക്കെ നമുക്ക് ഒരുപാട് അപ്ലിക്കേഷൻസുകൾ വരും അല്ലെ. ഈ അപ്ലിക്കേഷൻസ് അയക്കുന്ന എല്ലാവരെയും നമുക്ക് ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ? അവരെല്ലാവരും നമുക്ക് ഇന്റർവ്യൂവിന് വിളിക്കാനായിട്ട് പറ്റുമോ? ഒരിക്കലും സാധിക്കില്ല അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. അതിലെ ഏറ്റവും യോഗ്യരെന്ന് നമുക്ക് തോന്നുന്ന ചില പാരാമീറ്ററുകൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. ആ പാരാമീറ്ററുകളെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ ലഭിച്ച അപ്ലിക്കേഷൻസുകൾ നമ്മൾ എന്ത് ചെയ്യാണ്? ഷോർട്ട് ലിസ്റ്റ് ചെയ്യാണ്. അങ്ങനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതിലൂടെയാണ് നമുക്ക് ആ ഒരു ഇന്റർവ്യൂ പ്രോസസ്സ് ഏറ്റവും എഫിഷ്യന്റ് ആയിട്ട് നമുക്ക് നടത്താനായിട്ട് പറ്റുള്ളൂ. ആ കാര്യമാണ് അവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. ജസ്റ്റ് വായിച്ചു നോക്കാം. ഷോർട്ട് ലിസ്റ്റിംഗ് ഓഫ് ആപ്ലിക്കേഷൻസ് വിൽ ബി based on a specific criteria or required parameters. ആ പാരാമീറ്റേഴ്സ് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അതായത് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് എന്തൊക്കെ പാരാമീറ്ററുകൾ ബേസ് ചെയ്തിട്ടാണ്, എന്തൊക്കെ പാരാമീറ്ററുകളാണ് നോക്കിയേ, ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. Parameters can be classified into qualification. നേരത്തെ പറഞ്ഞതൊക്കെയാണ് കേട്ടോ. ഒന്ന് ക്വാളിഫിക്കേഷൻ, അവരുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, അതുപോലെ അവരുടെ എക്സ്പീരിയൻസ്, അവരുടെ റിലവന്റ് ആയിട്ടുള്ള വർക്ക് എക്സ്പീരിയൻസ് എന്താണ്. പിന്നെ സാലറി റേഞ്ച് അല്ലെ, അവർ എക്സ്പെക്ട് ചെയ്യുന്ന എക്സ്പെക്ടഡ് സാലറി റേഞ്ച് എത്രയാണ്. പിന്നെ ടെസ്റ്റിമോണിയൽസ് എന്ന് പറഞ്ഞാൽ റെഫറൻസ് ഓർ റെക്കമെൻഡേഷൻസ് ആണ്. നേരത്തെ പറഞ്ഞില്ലേ, ആരെങ്കിലും റെക്കമെൻഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും റെഫർ ചെയ്തിട്ടുള്ള ആളുകളൊക്കെയാണോ, അതൊക്കെ നമ്മൾ പരിഗണിക്കും. ഓക്കെ, ടെസ്റ്റിമോണിയൽസ്. പിന്നെ വന്നിട്ട് അവരുടെ പേഴ്സണാലിറ്റി, അവരുടെ വ്യക്തിത്വം, അതുപോലെ തന്നെ അവരുടെ ജോയിനിങ് ടൈം. നമ്മൾ ഇന്റർവ്യൂ നടത്തിയവരെ റിക്രൂട്ട് ചെയ്യുകയാണെങ്കിൽ എത്ര സമയം കൊണ്ട് അവർക്ക് ഈ ഓർഗനൈസേഷന്റെ ഭാഗമാവാനായിട്ട് സാധിക്കും അല്ലെ, അത് അവരുടെ വില്ലിങ്നെസ് ആണ്. ആ ജോയിനിങ് ടൈം, പിന്നെന്താണ് ഡേറ്റ് ഓഫ് ബർത്ത് അല്ലെ, അതിലൂടെ നമുക്ക് അവരുടെ ഏജ് അറിയാൻ പറ്റും. ഇത്രയും പാരാമീറ്റേഴ്സുകളെ ബേസ് ചെയ്തുകൊണ്ടാണ് എന്ത് നടത്തുന്നത്? ഷോർട്ട് ലിസ്റ്റിംഗ് നടത്തുന്നത്. പാരാമീറ്റേഴ്സ് ഓർത്ത് വെക്കുക കേട്ടോ. ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ്, സാലറി റേഞ്ച്, ടെസ്റ്റിമോണിയൽസ്, പേഴ്സണാലിറ്റി ആൻഡ് ജോയിനിങ് ടൈം, ഡേറ്റ് ഓഫ് ബർത്ത് കേട്ടോ. അപ്പൊ നോക്കുക,
We can fix as many parameters so that only highly shortlisted and perfect candidates are called for a personal interview to make the process simpler and cleaner. അപ്പൊ നമ്മൾ ഈ പറയുന്ന കൃത്യമായിട്ട് ഈ പറയുന്ന പാരാമീറ്റേഴ്സുകൾ മീറ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു ഇന്റർവ്യൂ പ്രോസസ്സിനെ കുറെ കൂടെ എഫിഷ്യന്റ് ആയിട്ട് മാറ്റാൻ സാധിക്കും. ഓക്കെ, ഒരു എക്സാമ്പിൾ അത് പറയുന്നുണ്ട്. For example, if we call all the candidates who have applied for the interview without any shortlisting, the interview process will become a tedious or a Herculean task. അതായത് നേരത്തെ പറഞ്ഞതാണ്, അപ്പൊ നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ഒന്നും നടത്തണില്ല. കിട്ടിയിട്ടുള്ള അപ്ലിക്കേഷൻസ് ആരുടെയൊക്കെ ലഭിച്ചിട്ടുണ്ട് അവരെല്ലാവരെയും നമ്മൾ ഇന്റർവ്യൂവിന് വിളിക്കുകയാണെങ്കിൽ ആ ഒരു പ്രോസസ് എന്തായിരിക്കും? ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലെ, വളരെ ടെഡിയസ് ഓർ ഹെർക്കൂലിയൻ ടാസ്ക് ആയിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് വീണ്ടും എക്സാമ്പിൾ പറയുകയാണ്. If we received around 700 applications for 15 number of vacancies of an RMO post. RMO എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണെന്നറിയാം, റെസിഡന്റ് മെഡിക്കൽ ഓഫീസർ ആണ് കേട്ടോ. റെസിഡന്റ് മെഡിക്കൽ ഓഫീസറിന്റെ ഒരു പോസ്റ്റ് ആണ്. ആ പോസ്റ്റിലേക്ക് ഏകദേശം ഒരു 15 ആളുകൾ ആവശ്യമുണ്ട്. റെസിഡന്റ് മെഡിക്കൽ ഓഫീസറിന്റെ പോസ്റ്റിലോട്ട് ഒരു 15 സ്റ്റാഫുകളെ നമുക്ക് ആവശ്യമുണ്ട്. അപ്ലിക്കേഷൻസ് ലഭിച്ചിരിക്കുന്ന എത്ര എണ്ണമുണ്ട്? 700ഓളം അപ്ലിക്കേഷൻസ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ 700 പേരെ നമുക്ക് ഇന്റർവ്യൂവിന് വിളിക്കാൻ പറ്റും? ഒരിക്കലും പറ്റില്ല അല്ലെ. It will be a waste to call off them, to waste the time of aspirants as well as the interviews. നമ്മൾ ഈ 700 പേരെ വിളിച്ചു കഴിഞ്ഞാല് ഇന്റർവ്യൂ പ്രോസസ് ബുദ്ധിമുട്ടായിരിക്കും, കാൻഡിഡേറ്റിനും ബുദ്ധിമുട്ടാണ്, ഇന്റർവ്യൂ ചെയ്യുന്ന ആളുകൾക്കും ബുദ്ധിമുട്ടാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഷോർട്ട് ലിസ്റ്റ് ചെയ്യണം അല്ലെ. ഓക്കെ, better short list them according to the above parameters and finally make a list of around 45 to 60. പറഞ്ഞാല് twice the requirement or 4 times the requirement, so that the interview panel can easily look on to other parameters which are above the specified parameters. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ 700 ആളുകളിൽ നിന്നും 15 ഒഴിവുകളെ നമുക്ക് ഉള്ളൂ, അതിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഏറ്റവും ഈ പറയുന്ന പാരാമീറ്റേഴ്സുകളൊക്കെ അത്യാവശ്യം മീറ്റ് ചെയ്യുന്ന ഒരു 45 തൊട്ട് 60 ആളുകൾ അടങ്ങുന്ന ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളൊരു ഷോർട്ട് ലിസ്റ്റ് അവിടെ തയ്യാറാക്കും അല്ലെ. ഈ 45-60 എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ റിക്വയർമെന്റിന് 3-4 ഇരട്ടിയാണ് അല്ലെ. അത്രയും ആളുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കുകയാണ്. അങ്ങനെ നമ്മൾ ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കി ഇന്റർവ്യൂവിന് വിളിക്കുമ്പോ കാൻഡിഡേറ്റ്സിന് സൗകര്യമാണ്. ഇന്റർവ്യൂ പാനലിന് ഈ പറയുന്ന പാരാമീറ്റേഴ്സിന് അപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റിനെ അവർക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഷോർട്ട് ലിസ്റ്റിംഗിന്റെ പർപ്പസ് എന്താണെന്ന് മനസ്സിലായല്ലോ. എന്തിനു വേണ്ടിയിട്ടാ? ഇന്റർവ്യൂ പ്രോസസ്സ് എഫിഷ്യന്റ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. ഷോർട്ട് ലിസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ റിക്വയർമെന്റ് എത്രയാണോ അതിന്റെ ഒരു 3-4 ഇരട്ടി ഉൾപ്പെടുന്ന 3-4 ഇരട്ടി ആളുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. അതും നമ്മുടെ ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്യുന്ന ആളുകൾ കേട്ടോ, അങ്ങനെയാണ് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. ഇനി നിങ്ങൾ പറയൂ, ഷോർട്ട് ലിസ്റ്റ് കഴിഞ്ഞ അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും? ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞ അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും എന്ന് ആലോചിച്ച് നിങ്ങൾ പറഞ്ഞേ. എന്തായിരിക്കും? ആളുകൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. അപ്പൊ ഇനി അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും? പറയേ, ആരെങ്കിലും ഒരാൾ പറയേ. ആർക്കും ഒരു ഐഡിയ ഇല്ലേ? ഷോർട്ട് ലിസ്റ്റ് ചെയ്ത പിന്നെ നമ്മൾ എന്താ ചെയ്യാം? എന്തായിരിക്കും ചെയ്യാം? ഇന്റർവ്യൂ. വെരി ഗുഡ്, കറക്റ്റ് ആണ് സരിയ കേട്ടോ. എന്തായിരിക്കും? ഷോർട്ട് ലിസ്റ്റ് ചെയ്തെങ്കിൽ പിന്നെ എന്താ ചെയ്യാം? ഇന്റർവ്യൂവിന് വിളിക്കും അല്ലെ. അതല്ലേ അടുത്ത സ്റ്റെപ്പ്. ഓക്കെ, അത് തന്നെയാണ് അവിടെ പറയുന്നത് അല്ലെ. ഇന്റർവ്യൂവിന് അവരെ വിളിക്കും. അപ്പൊ എന്ത് വേണം? ഇന്റർവ്യൂ ഡേറ്റ് തീരുമാനിക്കണം. അതല്ലേ അടുത്ത സ്റ്റെപ്പ്. നോക്കാം. Let us now move on to the next step. Desired applications have been received at the end of the hospital. Shortlisting also stands completed according to the designations and as per the parameters. എല്ലാം ചെയ്തു നമ്മൾ അല്ലെ. സോഴ്സസിലൂടെ നമ്മൾ അപ്ലിക്കേഷൻസിലൂടെ നമുക്ക് വേണ്ടുവോളം ലഭിച്ചു. അതിനനുസരിച്ച് നമ്മൾ കൃത്യമായിട്ടുള്ള ഷോർട്ട് ലിസ്റ്റിംഗ് നമ്മൾ തയ്യാറാക്കി. ഇനി എന്ത് വേണം? ഇന്റർവ്യൂ ഡേറ്റ് തീരുമാനിക്കണം അല്ലെ. നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു ഡിസൈഡ് ഓൺ ആൻ ഇന്റർവ്യൂ ഡേറ്റ്. അടുത്തത് എന്താണ്? ഇന്റർവ്യൂ ഡേറ്റ് തീരുമാനിക്കാം. അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഓടിപ്പോയി ഒരു ഇന്റർവ്യൂ ഡേറ്റ് തീരുമാനിക്കുകയല്ല, അവിടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. എന്താണ് അവർ പറയുന്നത്? അവൈലബിലിറ്റി ഓഫ് ഓൾ ദ ജോബ് ആസ്പിരൻസ് ആർ നോട്ട് നോർമലി കൺസിഡേർഡ് while fixing an interview date. നമ്മളിപ്പോ ഒരു HR ഡിപ്പാർട്ട്മെന്റ് ഒരു ഇന്റർവ്യൂ ഡേറ്റ് ഫിക്സ് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ കാൻഡിഡേറ്റിന്റെ സൗകര്യമെല്ലാം നോക്കിയിട്ടാണോ ഇന്റർവ്യൂ ഡേറ്റ് ഫിക്സ് ചെയ്യണേ? ആണോ? അല്ല അല്ലെ. ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വരുന്ന ആളുകളുടെ സൗകര്യം നോക്കിയിട്ടോ അല്ലെങ്കിൽ അവര് പറയുന്ന ഡേറ്റ് അനുസരിച്ചിട്ടാണോ നമ്മൾ ഇന്റർവ്യൂ ഡേറ്റ് കൊടുക്കുന്നത്? അല്ല അല്ലെ. HR ഡിപ്പാർട്ട്മെന്റ് ഒരു ഇന്റർവ്യൂ ഡേറ്റ് തീരുമാനിക്കും.
അപ്പൊ എന്ത് ചെയ്യണം? They should keep out of all engagements and make it convenient to attend the scheduled interview. As a candidate എന്നുള്ള രീതിയിൽ നമ്മുടെയാണ് ആവശ്യം അല്ലെ? As a candidate എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? മറ്റെല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് ആ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഷെഡ്യൂൾ അഡ്ജസ്റ്റ് ചെയ്യണം. അതൊരു കാൻഡിഡേറ്റിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് അല്ലെ? നമ്മുടെ സൗകര്യം നോക്കിയിട്ടല്ല അവർ ഇന്റർവ്യൂ ഡേറ്റ് വരുന്നത്. അപ്പൊ നമുക്ക് അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഷെഡ്യൂൾ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ആ ഇന്റർവ്യൂ വന്ന് അറ്റൻഡ് ചെയ്യണം. That is the responsibility of a candidate. അതൊരു കാൻഡിഡേറ്റിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, ഇനി നോക്കിയേ. However, the specific interview panel should be available for the interview for which the HR manager should take an oral confirmation and later a written reconfirmation before sending the information of conductors to the job aspirants. ഞാൻ പറഞ്ഞു അവിടെ നമ്മൾ അത് നോക്കണം, ഇന്റർവ്യൂ ഡേറ്റ് ഫിക്സ് ചെയ്യണം. അതോടൊപ്പം HR മാനേജർ എന്തുകൂടെ നോക്കണം? ഇന്റർവ്യൂ പാനലിന്റെ അവൈലബിലിറ്റിയും കൂടെ അവര് കൺഫേം ചെയ്യണം കേട്ടോ. ഇന്റർവ്യൂ പാനൽ, അവർ ഇന്റർവ്യൂ ചെയ്യേണ്ട പാനൽ ഉണ്ടല്ലോ, ആ ഇന്റർവ്യൂ പാനൽ മെമ്പേഴ്സിന്റെ ആ ഒരു അവൈലബിലിറ്റി അവരുടെ ലഭ്യതയും കൂടെ എന്ത് ചെയ്യണം? കൺഫേം ചെയ്യും. അത് കൺഫേം ചെയ്യാനായിട്ട് അവര് ഓറലി കൺഫേം ചെയ്യണം. കൂടാതെ റിട്ടേൺ ആയിട്ട് അവരുടെ കയ്യിൽ നിന്നും കൺഫർമേഷൻ വാങ്ങുന്ന ദിവസം ഇന്റർവ്യൂ നടത്തുന്നുണ്ട്. ഇന്ന കാറ്റഗറിയിലേക്ക് ഇന്ന ആൾക്ക് എത്ര ആളുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു ഡേറ്റിലേക്ക് അന്നത്തെ ദിവസം ഇന്റർവ്യൂ പാനൽ മെമ്പേഴ്സ് അവൈലബിൾ ആണോ? അവരുടെ സൗകര്യം നോക്കണം കേട്ടോ. ആ ഇന്റർവ്യൂ പാനലിസ്റ്റിന്റെ അവൈലബിലിറ്റി നമ്മളൊന്നിലേക്ക് ഓറലി മാത്രമല്ല റിട്ടേൺ ആയിട്ട് തന്നെ നമ്മൾ അവരുടെ അവൈലബിലിറ്റി കൺഫേം ചെയ്തിരിക്കണം. അതിനുശേഷം മാത്രമേ നമ്മൾ ആർക്ക് കോൾ ലെറ്റർ അയക്കാൻ പാടുള്ളൂ. ഈ പറയുന്ന കാൻഡിഡേറ്റ്സിന് നമ്മൾ ഇന്റർവ്യൂ കോൾ ലെറ്റേഴ്സ് അയക്കാനായിട്ട് പാടുള്ളൂ. ഓക്കെ, ക്ലിയർ? അപ്പൊ നോക്കാം. ഫോർ കൺഫേമിംഗ് ദ ഇന്റർവ്യൂ പാനൽ ഇറ്റ് ഈസ് നെസസറി ടു വിഷ്വലൈസ് ദ ഇന്റർവ്യൂ പാനൽ. അപ്പൊ നമ്മളൊരു ഇന്റർവ്യൂ പാനൽ കൺഫേം ചെയ്യുന്നതിന് മുമ്പായിട്ട് അതിനെ ഒന്ന് വിഷ്വലൈസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. വിഷ്വലൈസ് ചെയ്യുന്ന സെൻസ് അവിടെ ഉദ്ദേശിക്കുന്നത് ആരെയൊക്കെ ഉൾപ്പെടുത്തണം, എങ്ങനെയായിരിക്കണം ആ ഒരു ഇന്റർവ്യൂ നമ്മൾ കണ്ടക്ട് ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയിട്ട് ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കുന്നത് നല്ലതായിരിക്കും. ഇത്രയും ഭാഗങ്ങൾ ക്ലിയർ അല്ലേ? ഷോർട്ട് ലിസ്റ്റ് കഴിഞ്ഞു, അത് കഴിഞ്ഞ് ഇന്റർവ്യൂ ഡേറ്റ് ഫിക്സ് ചെയ്തു. ഇന്റർവ്യൂ ഡേറ്റ് ഫിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ആരുടെ അവൈലബിലിറ്റി ഉറപ്പുവരുത്തണം? ആരാണ് ഉറപ്പുവരുത്തുന്നത്? HR മാനേജറാണ് അതിന്റെ കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലെ? അദ്ദേഹം ഇന്റർവ്യൂ പാനലിന്റെ അവൈലബിലിറ്റി കൺഫേം ചെയ്യണം. എങ്ങനെ കൺഫേം ചെയ്യണം? ഓറലി അതുപോലെ റിട്ടേൺ ഡോക്യുമെന്റ് ആയിട്ട് തന്നെ കൺഫേം ചെയ്യണം. അതിനുശേഷം മാത്രമേ കാൻഡിഡേറ്റ്സിന് ഇന്റർവ്യൂ കോൺടാക്ട് അയക്കാനായിട്ട് ആകും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി അടുത്തതാണ് ഇന്റർവ്യൂ പാനൽ. ഇനി നമ്മൾ ഇന്റർവ്യൂ പാനലിലോട്ട് കടക്കുകയാണ് കേട്ടോ. ഇന്റർവ്യൂ പാനൽ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? ആ പാനലിൽ ഏതൊക്കെ മെമ്പേഴ്സുകൾ വേണം എന്നുള്ളത് നമ്മൾ മുൻകൂട്ടി തന്നെ തീരുമാനിക്കണം. അപ്പൊ അതിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് നെക്സ്റ്റ് പറയുന്നത് കേട്ടോ. ശ്രദ്ധിക്കുക. ബിഫോർ ഫൈനലൈസിംഗ് ദ ഇന്റർവ്യൂ പാനൽ വി ഹാവ് ടു സീ വിച്ച് കാറ്റഗറി ഓഫ് ഇന്റർവ്യൂ ഈസ് ഗോയിങ് ടു ബി ഷെഡ്യൂൾഡ്. ഓക്കെ, അതായത് നമ്മളൊരു ഇന്റർവ്യൂ പാനല് ഫൈനലൈസ് ചെയ്യുന്നതിന് മുമ്പായിട്ട്, ഇന്റർവ്യൂ പാനൽ ഫൈനലൈസ് ചെയ്യാന്ന് വെച്ചാൽ ആ ഇന്റർവ്യൂ പാനലിൽ ഉൾപ്പെടുത്തേണ്ട മെമ്പേഴ്സ് ആരൊക്കെയാണ് എന്നത് ഫൈനലൈസ് ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഏത് കാറ്റഗറിയിലേക്കുള്ള ഇന്റർവ്യൂ ആണ് നടക്കുന്നത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? മുൻകൂട്ടി നമ്മൾ തീരുമാനിക്കണം. എന്നിട്ട് വേണം അതിലേക്കുള്ള ഇന്റർവ്യൂ പാനൽ മെമ്പേഴ്സിനെ നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? പാനലിനെ സെലക്ട് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് എന്ത് ചെയ്യണം? ഏത് കാറ്റഗറിയിലേക്കുള്ള ഇന്റർവ്യൂ ആണ് നമ്മൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ആദ്യം നമ്മൾ നോക്കണം. ഒരു എക്സാമ്പിൾ ഇവർ പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, an interview for appointing housekeeping staff members need not to be addressed by a chairman of the hospital. ഇപ്പൊ നമ്മളൊരു എക്സാമ്പിൾ പറയുന്നത് ഒരു ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ്, അതെന്ന് വെച്ചാൽ ഒരു സപ്പോർട്ടിംഗ് സ്റ്റാഫ് ആണ്, എൻട്രി ലെവൽ സ്റ്റാഫ് ആണ് അല്ലെ? എന്നുവെച്ചാൽ ലോവർ കാറ്റഗറി വിഭാഗത്തിൽ പെടുന്ന സ്റ്റാഫുകളാണ്. അപ്പൊ ഈ പറയുന്ന ഒരു ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിന്റെ കാറ്റഗറിയിലേക്ക് അതിലേക്കുള്ള ഒരു ഇന്റർവ്യൂ ആണ്, അവരുടെ ഒരു റിക്രൂട്ട്മെന്റ് ആണ് നമ്മൾ നടത്തുന്നതെന്ന് വിചാരിക്കാം. അങ്ങനെ റിക്രൂട്ട്മെന്റ് നടത്തുമ്പോൾ അവരെ ഇന്റർവ്യൂ ചെയ്യേണ്ട ഇന്റർവ്യൂ പാനലിനകത്ത് ഒരിക്കലും ഒരു ഹോസ്പിറ്റലിന്റെ ചെയർമാൻ വരണ്ട അല്ലെ? ആ ഒരു ഇന്റർവ്യൂ പാനലിൽ ഒരു ചെയർമാൻ ഉൾപ്പെടുത്തേണ്ട കാര്യമില്ല. കാര്യം നടത്തുന്നത് എന്തിനോട്ടാ? ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിന്റെ റിക്രൂട്ട്മെന്റ് ആണ് നടത്തുന്നത്. അപ്പൊ അവരുടെ റിക്രൂട്ട്മെന്റിന്റെ പാനലിൽ ആരെ വെക്കേണ്ട ആവശ്യമില്ല. ഒരു ഹോസ്പിറ്റലിന്റെ ചെയർമാൻ ഉൾപ്പെടുത്തേണ്ട കാര്യമുണ്ടോ? ഇല്ല. കാര്യം അദ്ദേഹം എന്ന് പറയുമ്പോൾ ഏറ്റവും ലീഡർഷിപ്പ് റോൾ കൈകാര്യം ചെയ്യുന്ന വ്യക്തികളാണ്. അപ്പൊ അവരെ ഇന്റർവ്യൂ പാനലിൽ അവിടെ ഉൾപ്പെടുത്തേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ലൈക്ക് വൈസ് ദ ഇന്റർവ്യൂ ഫോർ ദ മെഡിക്കൽ സൂപ്രണ്ടന്റ്
need not to be addressed by a lower designated staff like the nursing superintendent. ഇപ്പൊ നോക്കുക, ഒരു മെഡിക്കൽ സൂപ്രണ്ടന്റിന്റെ പോസ്റ്റിലേക്ക് റിക്രൂട്ട്മെന്റ് നടത്താണ്. മെഡിക്കൽ സൂപ്രണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഏറ്റവും സീനിയർ ലീഡർഷിപ്പ് റോളുകൾ കൈകാര്യം ചെയ്ത ഒരു പോസ്റ്റാണ്. അപ്പൊ അങ്ങനെ ഒരു മെഡിക്കൽ സൂപ്രണ്ട് പോസ്റ്റിലേക്കാണ് നമ്മൾ ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നത്. അവരെ റിക്രൂട്ട് ചെയ്യുമ്പോൾ ആ ഇന്റർവ്യൂ പാനലിൽ ഒരിക്കലും അതേ ഡെസിഗ്നേഷനിൽ നിന്നും താഴെയുള്ള നഴ്സിംഗ് സൂപ്രണ്ടന്റ് ആ ഒരു പാനലിൽ ഉണ്ടാവേണ്ട കാര്യമില്ല. കാര്യം എന്താണ്, അവരെക്കാളും ലോവർ ഡെസിഗ്നേഷനുള്ള ആള് നമ്മൾ ആ പാനലിൽ ഉൾപ്പെടുത്തേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എത്രയേ ഉള്ളൂ, നമ്മളൊരു ഇന്റർവ്യൂ പാനൽ അംഗങ്ങളെ തീരുമാനിക്കുന്നതിന് മുൻപായിട്ട് ഏത് കാറ്റഗറിയിലേക്കുള്ള ഇന്റർവ്യൂ ആണ് നടത്തേണ്ടത് ആദ്യം നമ്മൾ ഫിക്സ് ചെയ്യണം. എന്നിട്ട് വേണം നമ്മൾ ആ ഇന്റർവ്യൂ പാനൽ അംഗങ്ങളെ തീരുമാനിക്കാനായിട്ട് കേട്ടോ. ഓക്കെ, so before we decide upon the interview panel, we have seen the category of the requirement. ഏത് കാറ്റഗറിയിലേക്കുള്ള ആവശ്യമാണെന്നുള്ളത് നമ്മൾ ആദ്യം കണ്ടെത്തണം. അതിനുശേഷം മാത്രമേ നമ്മൾ ഇന്റർവ്യൂ പാനലിലെ അംഗങ്ങളെ തീരുമാനിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഇനി അടുത്തത് കാറ്റഗറി നോക്കണം. ഏതൊക്കെ കാറ്റഗറി എങ്ങനെയൊക്കെയാണ് കേട്ടോ. ഓക്കെ, ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്, ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പൊ നോക്കുക, കാറ്റഗറി നോർമലി ദ സ്റ്റാഫ് റിക്വയർമെന്റ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു 3 സെഗ്മെന്റ്സ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കാറ്റഗറിയെ പറ്റി പറഞ്ഞല്ലോ. ഈ കാറ്റഗറി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സ്റ്റാഫുകളുടെ റിക്വയർമെന്റുകളെ നമ്മൾ 3 കാറ്റഗറി ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത് കേട്ടോ. ഇത്ര കാറ്റഗറി ആയിട്ടാണ്, 3 കാറ്റഗറി ആയിട്ടാണ് നമ്മളെ തിരിച്ചിരിക്കുന്നത്. ഇതൊക്കെയാണ് ആ 3 സെഗ്മെന്റ് നോക്കാം. ഒന്ന് ടോപ്പ് മാനേജ്മെന്റ് കാറ്റഗറി, അങ്ങനെ ഒരു വിഭാഗമുണ്ട്, ടോപ്പ് മാനേജ്മെന്റ്. പിന്നെ വരുന്നത് മിഡിൽ ആൻഡ് ജൂനിയർ മാനേജ്മെന്റ് കാറ്റഗറി. തേർഡ് വൺ ലോവർ കാറ്റഗറി സ്റ്റാഫ്. ഓക്കെ, അങ്ങനെയാണല്ലോ പൊതുവെ നമുക്കൊരു റിക്രൂട്ട്മെന്റ് നടത്തുമ്പോൾ അതിൽ ഏറ്റവും ടോപ്പ് മാനേജ്മെന്റ് കാറ്റഗറി, പിന്നെ മിഡിൽ ആൻഡ് ജൂനിയർ മാനേജ്മെന്റ് കാറ്റഗറി, പിന്നെ വരുന്നത് എന്താണ്, ലോവർ കാറ്റഗറി സ്റ്റാഫ്. അങ്ങനെ നമ്മൾ 3 സെഗ്മെന്റുകളായിട്ട് 3 കാറ്റഗറി ആയിട്ടാണ് നമ്മൾ അതിനെ തിരിച്ചിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി നോക്കാം കേട്ടോ. ആദ്യത്തെ നോക്കാം, എ നോർമൽ സ്റ്റാഫ് റിക്രൂട്ട്മെന്റ് can be addressed by the HOD. ഇപ്പൊ നോക്കിയേ, ടോപ്പ് മാനേജ്മെന്റ് എന്നൊക്കെ പറയുന്നത്, ടോപ്പ് മാനേജ്മെന്റ് സ്റ്റാഫുകൾ എന്നൊക്കെ പറയുന്നത് ആരായിരിക്കും? ഈ മെഡിക്കൽ സൂപ്രണ്ടന്റ്, അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ്, അങ്ങനെയൊക്കെയുള്ള പോസ്റ്റുകൾ കേട്ടോ. അങ്ങനെയുള്ള ആളുകൾ എന്ന് വെച്ചാൽ അവര് വളരെ സീനിയർ ലീഡർഷിപ്പ് റോളുകളൊക്കെ കൈകാര്യം ചെയ്യുന്ന ആളുകളാണ്. അതുപോലെ മിഡിൽ ജൂനിയർ മാനേജ്മെന്റ് എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ ഈ ഡിപ്പാർട്ട്മെന്റ് ഹെഡുകളൊക്കെ ഇല്ലേ, ഡിപ്പാർട്ട്മെന്റ് ഹെഡുകള്, നഴ്സിംഗ് സൂപ്രണ്ടന്റ്, അവരെന്നൊക്കെ പറഞ്ഞ ഒരു മിഡിൽ ജൂനിയർ കാറ്റഗറി പെടുന്ന സ്റ്റാഫുകളാണ്. ലോവർ കാറ്റഗറി സ്റ്റാഫ് എന്ന് പറയുന്ന സപ്പോർട്ടിംഗ് സ്റ്റാഫ്, എൻട്രി ലെവൽ സ്റ്റാഫുകളാണ്. അതിൽ നമ്മൾ ക്ലാസ് 4 ജീവനക്കാരെന്നൊക്കെ പറയുന്നത്, അതായത് ഈ പറയുന്ന ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകള്, അങ്ങനെയുള്ളവരൊക്കെ ലോവർ കാറ്റഗറി സ്റ്റാഫില് പെടുന്നതാണ്. അങ്ങനെയാണ് നമ്മൾ 3 കാറ്റഗറി ആയിട്ട് തിരിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നോക്കുക, എ നോർമൽ സ്റ്റാഫ് റിക്രൂട്ട്മെന്റ് ക്യാൻ ബി അഡ്രസ്ഡ് ബൈ, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അത് ഇവിടെ പറയുന്ന കാര്യം പോയിന്റ് ആയിട്ട് അടുത്തേക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഏതാ പഠിക്കാൻ സൗകര്യം എന്ന് വെച്ചാൽ അത് ചെയ്താൽ മതി. ഇങ്ങനെ പോയിന്റ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് നെക്സ്റ്റ് പഠിക്കുന്നതായിരിക്കും നല്ലത്. അതായത് വായിക്കാൻ നമുക്ക്, അതായത് ഒരു നോർമൽ സ്റ്റാഫ് റിക്രൂട്ട്മെന്റ്, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു ലോവർ കാറ്റഗറി സ്റ്റാഫ്, ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിനെ റിക്രൂട്ട് ചെയ്യാന്ന് വിചാരിക്കാം. അങ്ങനെ റിക്രൂട്ട്മെന്റിൽ ആ ഇന്റർവ്യൂ പാനൽ ആരൊക്കെയാണ് ഉണ്ടായിരിക്കേണ്ടത്? ഇറ്റ് ഈസ് അഡ്രസ്ഡ് ബൈ HOD, ഒന്ന് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരിക്കും. ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് ആണെങ്കിൽ ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ആ ഇന്റർവ്യൂ പാനലിൽ ഉണ്ടായിരിക്കണം. അതുമായിട്ട് ബന്ധപ്പെട്ട ഹെഡ് ഉണ്ടാവണ്ടേ? അപ്പൊ HOD ഉണ്ടായിരിക്കണം. പിന്നെ എന്താണ്, ദാറ്റ് ഈസ് എ ഹൗസ് കീപ്പിംഗ് സൂപ്പർവൈസർ ഓർ എ ഹൗസ് കീപ്പിംഗ് മാനേജർ. അതുപോലെ തന്നെ ഒരു ഹൗസ് കീപ്പിംഗ് സൂപ്പർവൈസറോ ഹൗസ് കീപ്പിംഗ് മാനേജറോ ഉണ്ടായിരിക്കണം. along with the HR manager and administrator of the hospital. അതിനോടൊപ്പം തന്നെ ആരും ഉണ്ടായിരിക്കണം ഇന്റർവ്യൂ പാനലില്? HR മാനേജർ ഉണ്ടായിരിക്കണം അല്ലെ, ഹ്യൂമൻ റിസോഴ്സ് മാനേജർ. അപ്പൊ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, എല്ലാ ഇന്റർവ്യൂ പാനലിലും കോമൺ ആയിട്ടുള്ള ഒരാളാണ് എന്ത്? HR മാനേജർ. അതായത് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നത് HR ഡിപ്പാർട്ട്മെന്റ് ആണല്ലോ. അപ്പൊ തീർച്ചയായിട്ടും HR മാനേജർ എല്ലാ ഇന്റർവ്യൂ പാനലിന്റെ ഭാഗമായിരിക്കും കേട്ടോ. ഓക്കെ, അത് നിങ്ങളുടെ മനസ്സിലുണ്ടാവുക. ആൻഡ് അഡ്മിനിസ്ട്രേറ്റർ ഓഫ് എ ഹോസ്പിറ്റൽ, ഇപ്പൊ പോരാത്തെങ്കിൽ ഹോസ്പിറ്റലിന്റെ അഡ്മിനിസ്ട്രേറ്ററും ഉണ്ടായിരിക്കും. നമ്മൾ ഏതിന്റെ കാര്യം പറയുന്നത്? ലോവർ കാറ്റഗറി സ്റ്റാഫിലേക്ക് നമ്മൾ റിക്രൂട്ട് ചെയ്യുമ്പോൾ ആ ഇന്റർവ്യൂ പാനലിൽ ഒന്ന് ആ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട HOD ഉണ്ടായിരിക്കണം. എക്സാമ്പിൾ ആയിട്ട് ഹൗസ് കീപ്പിംഗ് ആണ് അവർ പറയുന്നത്, ഹൗസ് കീപ്പിംഗ് സൂപ്പർവൈസറോ ഹൗസ് കീപ്പിംഗ് മാനേജറോ ഉണ്ടായിരിക്കണം. പിന്നെ HR മാനേജർ ഉണ്ടായിരിക്കണം, പ്ലസ് ഹോസ്പിറ്റലിന്റെ അഡ്മിനിസ്ട്രേറ്ററും ഉണ്ടായിരിക്കണം. അത്രയും ആളുകളെയാണ് അവിടെ ആവശ്യമുള്ളത്. ഓക്കെ, similarly the interview panel of a junior management category staff can be addressed by the nursing superintendent, medical superintendent,
concerned HOD, and of course the HR and the administration manager, that means administrator. ഇനി നമ്മളൊരു ജൂനിയർ മിഡിൽ മാനേജ്മെന്റിലേക്ക് അത്തരം ഒരു കാറ്റഗറി സ്റ്റാഫിനെയാണ് റിക്രൂട്ട് ചെയ്യുന്നത്. ആ പാനലിൽ ആരൊക്കെ ഉണ്ടായിരിക്കണം? നഴ്സിംഗ് സൂപ്രണ്ട്, മെഡിക്കൽ സൂപ്രണ്ട്, അതുപോലെ ആ ഒരു ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട HOD, പിന്നെ ഞാൻ പറഞ്ഞ കോമൺ ആയിട്ട് HR മാനേജർ ഉണ്ടായിരിക്കും, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററും ഉണ്ടായിരിക്കണം. ഓക്കെ. ഇനി however the interview panel of a top management official like appointing a medical superintendent or vice president marketing should definitely contain either the chairman or a director designated by the chairman along with this HOD, that is president marketing, and of course the GM, HR and administrator. ഒരു ടോപ്പ് മാനേജ്മെന്റ് ലെവലിലുള്ള ആളുകളെയാണ് നമ്മൾ റിക്രൂട്ട് ചെയ്യുന്നത്. ലൈക്ക് മെഡിക്കൽ സൂപ്രണ്ടന്റോ വൈസ് പ്രസിഡന്റോ പോലെ ഒരു ടോപ്പ് മാനേജ്മെന്റ് കാറ്റഗറിയിൽപ്പെട്ട സ്റ്റാഫുകളെയാണ് നമ്മൾ റിക്രൂട്ട് ചെയ്യേണ്ടിയിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ആ ഇന്റർവ്യൂ പാനലിൽ ആരാണ് ഉണ്ടായിരിക്കേണ്ടത്? തീർച്ചയായിട്ടും ചെയർമാൻ ഉണ്ടായിരിക്കണം അല്ലെ? ചെയർമാൻ ഓഫ് ദ ഹോസ്പിറ്റലിന്റെ ചെയർമാൻ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ അതല്ലെങ്കിൽ ഡയറക്ടർ ഡെസിഗ്നേറ്റഡ് ബൈ ദ ചെയർമാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഹോസ്പിറ്റലിന്റെ ഡയറക്ടർ ഉണ്ടായിരിക്കണം, along with HOD. അതുപോലെ ആ ഒരു ഡിപ്പാർട്ട്മെന്റുമായിട്ട്, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഹെഡ് ഉണ്ടായിരിക്കണം. പിന്നെ പ്രസിഡന്റ്, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രസിഡന്റ്, പിന്നെ നമ്മുടെ GM എന്ന് വെച്ചാൽ ജനറൽ മാനേജർ ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ്, പ്ലസ് ആരും ഉണ്ടായിരിക്കണം? അഡ്മിനിസ്ട്രേറ്റർ ഉണ്ടായിരിക്കണം. അപ്പൊ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും ഓരോ കാറ്റഗറി സ്റ്റാഫുകളെ റിക്രൂട്ട് ചെയ്യുമ്പോൾ ആ പാനലിലെ അംഗസംഖ്യ വർദ്ധിക്കുന്നുണ്ട് അല്ലെ? നമ്മൾക്ക് ഒരു ടോപ്പ് മാനേജ്മെന്റ് കാറ്റഗറിയിലേക്കുള്ള ആളുകളെ റിക്രൂട്ട് ചെയ്യുമ്പോൾ ഏറ്റവും ഹൈ പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആളുകളെയാണ് നമ്മൾ ഇന്റർവ്യൂ പാനലിൽ ഉൾപ്പെടുത്തുന്നത് അല്ലെ? അതേസമയം നമ്മളൊരു മിഡിൽ ജൂനിയർ മാനേജ്മെന്റ് കാറ്റഗറിയിലേക്ക് റിക്രൂട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ എന്താണ് ഒരു കുറേ കൂടെ സീനിയർ അല്ല, എന്നാലും കുറച്ചും കൂടെ താഴെ, ഒരു തട്ട് താഴെയുള്ള പ്രൊഫഷണൽസിലായിരിക്കും ഇന്റർവ്യൂ പാനൽ ഉണ്ടായിരിക്കുക. അതുപോലെ ലോവർ കാറ്റഗറി സ്റ്റാഫുകളെ റിക്രൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള സ്റ്റാഫുകളെ ആയിരിക്കും, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ ആയിരിക്കും ഇന്റർവ്യൂ പാനൽ കൊടുക്കുന്നത്. അപ്പൊ ഓരോ കാറ്റഗറിക്ക് അനുസരിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്റർവ്യൂ പാനലിലെ അംഗങ്ങളെ നമ്മൾ തീരുമാനിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണോ? ഇനി നമുക്ക് ഇത് തന്നെ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, അതിവിടെ പോയിന്റുകളായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്കത് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, അപ്പൊ ഞാൻ അഡ്മിറ്റ് ചെയ്യാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. എളുപ്പമാണ്, വേറെ ഒന്നുമല്ല നമ്മൾ പഠിച്ചത് ഒരു ഓർഗനൈസേഷനിലേക്ക് എങ്ങനെയൊക്കെ എംപ്ലോയീസിന് നമുക്ക് ലഭിക്കാം എന്നാണ് പറഞ്ഞത്. ആ പോയിന്റ് മാത്രം പഠിച്ചാൽ മതി കേട്ടോ. എക്സിസ്റ്റിംഗ് ഡാറ്റ ബാങ്ക്, അതുപോലെ തന്നെ റെക്കമെൻഡേഷൻസ് അല്ലെ, അതുപോലെ CCTV, നോട്ടീസ് ബോർഡ്, സോഷ്യൽ മീഡിയ നെറ്റ്വർക്കുകൾ അല്ലെ, പിന്നെന്താണ് അങ്ങനെയൊക്കെയുള്ള കുറെ പോയിന്റുകൾ, 9 അഡ്വർടൈസ്മെന്റ്, ഓൺലൈൻ ജോബ് സൈറ്റ്, ഇതിലൂടെയൊക്കെ നമുക്ക് ആളുകളെ ലഭിക്കാം എന്നാണ് പറഞ്ഞത്. ആളുകളെ ലഭിച്ചു കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻസ് സമാഹരിക്കാനുള്ള ഉത്തരവാദിത്തം HR മാനേജർ അല്ലെങ്കിൽ HR എക്സിക്യൂട്ടീവിനാണ്. അത് ചെയ്ത് പിന്നെ അടുത്തത് എന്താ ചെയ്യാം? ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. എന്തിനാ നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്താൽ? ഈ പറയുന്ന ഇന്റർവ്യൂ ഈസി ആക്കാൻ വേണ്ടിയിട്ട്, എഫിഷ്യന്റ് ആക്കാനാണ് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. വെറുതെ നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാണോ ചെയ്തത്? അല്ല, ചില പ്രത്യേക പാരാമീറ്റേഴ്സ് സെറ്റ് ചെയ്തിട്ട് അതിനനുസരിച്ച് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. ആ പാരാമീറ്ററുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങളുടെ മനസ്സിലുണ്ടാവും കേട്ടോ. ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. ഷോർട്ട് ലിസ്റ്റ് ചെയ്താൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഇന്റർവ്യൂവിന് വിളിക്കാം. അപ്പൊ ഇന്റർവ്യൂ ഡേറ്റ് ഫിക്സ് ചെയ്യണം. ഇന്റർവ്യൂ ഡേറ്റ് ഫിക്സ് ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ എന്ത് കണ്ടെത്തണം? ഇന്റർവ്യൂ പാനലിന്റെ അവൈലബിലിറ്റിയും കൂടെ നമ്മൾ കൺഫേം ചെയ്യണം അല്ലെ? അത് ഓറലി ആയിട്ടും റിട്ടേൺ കൺഫർമേഷൻ ആണ് അവരിൽ നിന്ന് വാങ്ങുന്നത്. അപ്പൊ ഒരെണ്ണത്തെ തുടർന്ന് മറ്റൊന്നാണ് വരുന്നത്. ഇന്റർവ്യൂ പാനലിന്റെ ആളുകളെ തീരുമാനിക്കുന്നതിനേക്കാൾ മുമ്പായിട്ട് എന്ത് ചെയ്തിരിക്കണം? ഏത് കാറ്റഗറിയിലേക്കുള്ള ഇന്റർവ്യൂ ആണ് നടത്തുന്നത് തീരുമാനിക്കണം. അതാണ് നമ്മൾ പറഞ്ഞത്. ഓരോ കാറ്റഗറിക്ക് അനുസരിച്ച് കൊണ്ടാണ് നമ്മൾ ഇന്റർവ്യൂ പാനൽ അംഗങ്ങളെ തീരുമാനിക്കുന്നത്. ഓക്കെ, ഇത്രയും വരെ ക്ലിയർ ആയിട്ട് കേട്ടോ. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ നിങ്ങൾക്ക്? വായിച്ചു നോക്കണം കേട്ടോ. ചിലപ്പോൾ ആദ്യത്തെ തവണ വായിക്കുമ്പോൾ മനസ്സിലാവില്ല. 2-3 പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ആണ് കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു. ഈ ക്ലാസ്സിൽ സെപ്പറേറ്റ് ഗ്രൂപ്പ് ആഡ് ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് ആഡ് ചെയ്യാവോ?